ആദ്യമൊന്നും ഞാൻ സത്യം പറഞ്ഞ ഒരു വിശ്വാസം ഇല്ലാണ്ട് ഉപയോഗിച്ചു എങ്കിലും 2 ആഴ്ച കൊണ്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടി. എന്റെ ശ്വാസം മുട്ട് ഇന്ന് ഞാൻ എന്റെ ഇൻഹേലർ എവിടെയാണെന്ന് പോലും ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ ഇൻഹേലർ യൂസ് ചെയ്തിട്ടില്ല. എനിക്ക് ഇൻഹേലർ എടുക്കേണ്ട ആവശ്യം പോലും വന്നിട്ടില്ല. അതുപോലെ തന്നെ എനിക്ക് തൈറോയിഡ് ഹൈ ആയിരുന്നു. ഇന്ന് തൈറോയിഡ് നോർമലിലേക്ക് വന്നിരിക്കുന്നു. അതുപോലെ തന്നെ എന്റെ മകൾക്ക് ഒരു 11 വർഷമായിട്ട് എല്ലാ മെഡിസിനും അലർജിയുള്ള ഒരു അവസ്ഥയായിരുന്നു. ഇന്ന് ഈ 3 മാസം കൊണ്ട് തന്നെ വാട്ടറഞ്ചി പാടിലെ വെള്ളം കുടിച്ചുകൊണ്ട് തന്നെ എന്റെ മകൾക്ക് ഏത് ടാബ്ലറ്റ് കൊടുത്താലും ഇപ്പൊ അവര് കുഴപ്പമില്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു. അതൊക്കെ എനിക്ക് ഉപയോഗത്തിന്റെ ഫലമാണെന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കുടുംബം ഈ പ്രൊഡക്റ്റ് നല്ല രീതിയിൽ ഉപയോഗിച്ച് മുമ്പോട്ട് പോകുന്നു. ഇതൊക്കെയാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. ഇനി എല്ലാവരും അവർക്ക് കിട്ടിയതായ ചെറുതും വലുതുമായ ഓരോ റിസൾട്ട് ധൈര്യമായിട്ട് കടന്നു വന്ന് നല്ല രീതിയിൽ പറഞ്ഞ് പുതുതായി കടന്നു വന്നവർക്ക് ഒരു ഗുഡ് ഈവനിങ് ഓൾ. എൻ്റെ പേര് അമ്പിളിയാണ്, കോട്ടയ്ക്കലാണ് വീട്, മലപ്പുറം ജില്ലയിൽ. ഞാൻ ഈ ബയോട്ടോറിയം പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് 3.5 വർഷമായി. ഞാൻ എൻ്റെ ഹെൽത്ത് പ്രോബ്ലത്തിനായിരുന്നു വാങ്ങിയത്. അത് എല്ലാ സമയത്തും ഞാൻ പറയാറുണ്ട്. എനിക്ക് ഷുഗറിൻ്റെ സ്റ്റാർട്ടിങ് ഒരു 35 വയസ്സായപ്പോൾ ഷുഗർ വന്ന്, അതുപോലെ തന്നെ 7-8 വർഷത്തോളം നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന കയ്യിൻ്റെ തരിപ്പ് സ്ത്രീകളും ജെൻസും ഒരുപാട് അനുഭവിക്കുന്ന ഒരു കേസാണ്. ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യം അത് തന്നെയാണ്. ഒരുപാട് ചികിത്സകൾ ചെയ്തു. അങ്ങനെ സർജറി അല്ലാതെ വേറെ മാർഗ്ഗമില്ല എന്ന് പറഞ്ഞ സമയത്താണ് ഈ ബയോട്ടോറിയം കമ്പനിയുടെ പ്രൊഡക്റ്റ് നമ്മുടെ കാലിക്കറ്റുള്ള ഗിരീഷ് ബാബു സാറും അതുപോലെ തന്നെ പ്രീതി മാഡവും മഞ്ജു മാഡം എൻ്റെ കൈകളിൽ എത്തിച്ചത്. എനിക്കിത് ആദ്യം വിശ്വാസമില്ലായിരുന്നു ഈ പ്രൊഡക്റ്റ്. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇന്ന് അലോപ്പതി മേഖലയിൽ നമ്മളെ ഒരുപാട് മരുന്ന് കഴിച്ചിട്ടും മാറ്റം കിട്ടാത്തൊരു അസുഖം ഈ മാട്രസിൽ കിടന്നാൽ എങ്ങനെയാ മാറുക എന്നുള്ളൊരു മനോഭാവം, അത് നമുക്കറിയാം. തെറ്റായ ധാരണയായിരുന്നു അന്ന്. കാരണം ഇങ്ങനെ ഒരു പെട്ടെന്നൊരു കേൾക്കാത്തൊരു ചികിത്സാ സമ്പ്രദായത്തെ കുറിച്ച് അറിഞ്ഞപ്പോൾ ഞാനൊന്ന് ബാക്കോട്ട് നിന്നു. പക്ഷെ എനിക്ക് പ്രീതി മാഡത്തിനെയും ഗിരീഷ് ബാബു സാറിനെയും മഞ്ജു മാഡത്തിനെയും വിശ്വാസമുണ്ട്. കാരണം ഞങ്ങൾ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ പരിചയമുള്ള വ്യക്തികളായിരുന്നു. എന്ത് തന്നെ ആയാലും ഞാനിത് അവരെ ദേഷ്യപ്പെടുത്താതെ കുടുംബശ്രീയിൽ നിന്ന് ലോൺ എടുത്ത് ഞാൻ അന്ന് 11,900 ആയിരുന്നു പ്രൊഡക്റ്റ്, സ്റ്റാൻഡേർഡ് പ്രൊഡക്റ്റ്. അത് വാങ്ങി. പക്ഷെ അവർ പറഞ്ഞിരുന്നു ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ നമുക്ക് ഇത്ര രൂപ 7,400 ആയിരുന്നു അന്ന്. 3.5 വർഷം മുന്നേ ആണല്ലോ. ഹസ്ബൻഡിനും എനിക്കും എൻ്റെ മക്കൾക്കും വേണ്ടിയിട്ട് ഞാൻ ആ ഫാമിലി സെറ്റ് എടുത്തു. ഹസ്ബൻഡ് ഒരു കാരണവശാലും അതിന് യോജിക്കില്ലായിരുന്നു. പക്ഷെ എന്തുകൊണ്ടെന്ന് വെച്ചാല് ഈ കേൾക്കുന്ന മുഴുവൻ അലോപ്പതി ആണല്ലോ, നമ്മള് അലോപ്പതിയും ആയുർവേദം ഹോമിയോ, അതുകൊണ്ടായിരിക്കാം. പക്ഷെ ഹസ്ബൻഡിന് കുറെ വർഷങ്ങൾക്ക് മുന്നേ 2019 കോവിഡ് വന്നിട്ട് ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞ വ്യക്തിയാണ്. എപ്പോഴും റിസൾട്ട് പറയലുണ്ട്. 24 കോല് താഴ്ചയിൽ കിണർ കുത്തിയ വ്യക്തിയാണ് എൻ്റെ ഹസ്ബൻഡ്. കളിയാക്കിയിട്ടും ഞങ്ങളിത് കൃത്യമായിട്ട് ഞാൻ ഉപയോഗിച്ചു. എന്ത് തന്നെ ആയാലും എനിക്ക് ആദ്യം കിട്ടിയ റിസൾട്ട് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഷുഗർ നോർമൽ സ്റ്റേജിൽ എത്താൻ പറ്റി. 150 ഫാസ്റ്റിങ്ങിലൊക്കെ ഉണ്ടായിരുന്നതായിരുന്നു. അതെനിക്ക് 110 അളവിലേക്കും അതുപോലെ തന്നെ 90-93 അളവിലേക്ക് എത്താൻ സാധിച്ചു ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട്. അതുപോലെ തന്നെ കൃത്യമായിട്ട് ഞാൻ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചു. ഇപ്പോഴൊക്കെ ഞാൻ കൈതരിപ്പിന് വേണ്ടിയിട്ട് വാങ്ങിയതാണല്ലോ, അത് മാറുന്നില്ലല്ലോ എന്ന് ചിന്തിച്ച് നിൽക്കുകയായിരുന്നു. പക്ഷെ എൻ്റെ ലീഡേഴ്സ് അവരെന്നോട് പറഞ്ഞു കൃത്യമായിട്ട് ഉപയോഗിക്കാൻ. പ്രീതി മാഡം എന്ന് പറയുമ്പോൾ ചെസ്റ്റ് ഹോസ്പിറ്റലിൽ ഒരു അലോപ്പതി നേഴ്സായിരുന്നു. അവർക്കറിയാം അലോപ്പതിന്റെ സൈഡ് എഫക്റ്റ് എന്താണ്. എന്തായാലും ഞാൻ ഈ പ്രൊഡക്റ്റ് കൃത്യമായിട്ട് ഉപയോഗിച്ച റിസൾട്ട് എന്ന് പറയുമ്പോൾ അമേസിങ് റിസൾട്ട്. എനിക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലായ അൽമാസ് ഹോസ്പിറ്റലിൽ നിന്നാണ് സർജറി പറഞ്ഞത്. അതെനിക്ക് ഒഴിവാക്കി എടുക്കാൻ പറ്റി. ദൈവത്തിനോടും അതുപോലെ തന്നെ ഡോക്ടർ സാഗർ ജോഷി സാറിനോടും എൻ്റെ ലീഡേഴ്സിനോടും ഞാൻ നന്ദി പറയുകയാണ്. അവർ ഈ ഒരു പ്രൊഡക്റ്റ് എത്തിച്ചു തന്നിട്ടില്ലായിരുന്നെങ്കിൽ ഞാനൊരു 38 വയസ്സാകുമ്പോഴത്തേക്കും ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് അടിമപ്പെടുന്ന ഒരു വ്യക്തിയായി മാറും. ഇന്ന് ജനസമൂഹത്തിൽ എനിക്ക് ഒരുപാട് റിസൾട്ട് എന്നിലൂടെ എൻ്റെ മാറ്റങ്ങൾ കണ്ടു വാങ്ങിയ ആൾക്കാർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതിലൊരു പുതിയൊരു റിസൾട്ട് ഞാൻ പറയുകയാണ് നിങ്ങളിലേക്ക്. നമ്മുടെ പെരിന്തൽമണ്ണ മൗലാന ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കാണിക്കുന്ന ഒരു കസ്റ്റമറിന് ഞാൻ പ്രൊഡക്റ്റ് കൊടുത്തിരുന്നു. ഏകദേശം 10-18 വർഷമായി ഷുഗർ, പ്രഷർ, കൊളസ്ട്രോളിന് മരുന്ന് കഴിക്കുന്നു. അങ്ങനെ ഇവര് വീണ് കാല് കേടായിട്ട് ഒരു സർജറി കഴിഞ്ഞിരുന്നു. 9 മാസമായി ആ ഇത്താത്താക്ക് കാല് മുറി ഉണങ്ങാതെ ഒരു കെട്ട് മരുന്നോളം അവർ കഴിക്കുന്നു. 6,500 രൂപന്റെ മരുന്ന് ഒരു മാസം കഴിക്കുന്ന സാഹചര്യത്തിലും ആ മുറി ഉണങ്ങുന്നില്ലായിരുന്നു.
ഞങ്ങൾ പോകുന്ന സമയത്ത് പുറത്ത് നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ട്, ഉള്ളില് ഒരു പഴുപ്പ് കെട്ടി നിൽക്കുന്നത് പോലെ കറുത്ത അടയാള കാലില്. പക്ഷെ ഞങ്ങൾ നിരന്തരമായിട്ട് പോയിട്ട് അവർക്ക് ഈ കുടുംബത്തിലുള്ള വ്യക്തി തന്നെയാണ് പരിചയപ്പെടുത്തിയത്. എന്തായാലും ആ പ്രൊഡക്റ്റ് എടുത്ത് 15 ദിവസത്തിനുള്ളിൽ അവർ പറയുമായിരുന്നു ഇതെനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് മാറ്റി വെക്കുമായിരുന്നു. ഒരിക്കലും മാറ്റി വെക്കരുത്, കാരണം കാലില് വെറും നല്ല രീതിയിൽ ചൊറിച്ചിൽ വന്നു ഇവർക്ക് കാലില്. അപ്പൊ ഞാൻ പറഞ്ഞു അതിന് സർക്കുലേഷൻ വരികയാണ്, ഇതിന് മുന്നേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഒരു 1.5 മാസമായപ്പോ അവിടെ പോയി. എന്തായാലും ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് മുറി നല്ല രീതിയിൽ തന്നെ കറുപ്പൊക്കെ മാറിയിട്ട് ഉണങ്ങി വരുന്ന ആ ഫോട്ടോസ് രണ്ടും എടുത്ത് അവർക്ക് കാണിച്ചപ്പോൾ അത്ഭുതകരമായിട്ടുള്ള, അവർക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്റെ കാല് തന്നെയാണോ ഇങ്ങനെ സംഭവിച്ചത്. നമ്മുടെ ബയോട്ടോറിയം കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ ദയവായിട്ടാണ് നമ്മൾ ഓരോ വ്യക്തികൾക്ക് എത്തിച്ചു തന്നെന്ന് ഞാൻ നിങ്ങളിലേക്ക് ഈ ഒരു അറിവ് നിങ്ങളിലേക്ക് പകരാണ്. എനിക്ക് കിട്ടിയ റിസൾട്ടാണ്. എല്ലാവരും അവനവന്റെ റിസൾട്ടുകൾ പറയാ. ഓക്കെ, എനിക്ക് ഈ അവസരം തന്നതിനും ദൈവത്തിനോട് നന്ദി പറയാണ്. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു അമ്പിളി മാഡം. മാഡം ആത്മാർത്ഥമായിട്ട് മനസ്സിൽ നിന്ന് തന്നെ തുടക്കം തന്നെ നല്ല രീതിയിൽ അമേസിംഗ് റിസൾട്ട് ആണ് പറഞ്ഞത്. താങ്ക് യു മാഡം. അനി അടുത്ത ആള്. ഹായ്, ഗുഡ് ഈവനിങ്. വീഡിയോ ഓൺ ആക്കുന്നില്ല, കാരണം വീഡിയോ ഓൺ ആക്കിയ റേഞ്ചിന്റെ പ്രോബ്ലം നന്നായിട്ടുണ്ട്, അതുകൊണ്ട് വീഡിയോ ഓൺ ആക്കുന്നില്ല. എൻ്റെ പേര് ഷിൽജ, സ്ഥലം രാമനാട്ടുകരയാണ്. ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നിട്ട് 2 വർഷം കഴിഞ്ഞു. പക്ഷെ ഈ ഒരു ബിസിനസ് അവസരം എന്നെ പരിചയപ്പെടുത്തി, പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തിയതും ഗിരീഷ് ബാബു സാറാണ്, രാമനാട്ടുകരയുള്ള. ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് റിസൾട്ട് പറയാന്ന് വെച്ചാല്, എനിക്ക് ആരോഗ്യം കൊണ്ട് ഒരു അസുഖമുള്ള ഒരു വ്യക്തിയല്ല, പക്ഷെ എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഞാൻ മാറി എന്നാണ് പറയാനുള്ളത്. എന്നൊരു കുട്ടികളില്ലാത്ത ഒരു വ്യക്തിയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ട്രീറ്റ്മെന്റ് IVF എന്നുള്ളൊരു ട്രീറ്റ്മെന്റ് നടത്തിയപ്പം അത് നമുക്ക് ലക്ഷക്കണക്കിനല്ലേ, ലക്ഷത്തിന്റെ ഒരു പാക്കേജ് ആണ് അത്. ഇഞ്ചക്ഷൻ 60,000-ന്റെ 50,000-ന്റെ ഒക്കെ ഇഞ്ചക്ഷൻ ഒരു ദിവസം 2 എണ്ണം വെക്കായിരുന്നു. ആ വെച്ച കഴിഞ്ഞതിന് ശേഷം ഒരു 2-3 വർഷം കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഊരനെക്കിപ്പെട്ട് ബാക്ക് പെയിനും കാലുവേദനയൊക്കെ ആയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരവസ്ഥ. എന്റെ വീട്ടിലൊരു ജോലി ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിൽ ബുദ്ധിമുട്ടി നിൽക്കുകയായിരുന്നു. കുറെ നമ്മൾ സ്ത്രീകളല്ലേ, നമ്മൾ ഇങ്ങനെ സഹിച്ച് ഒരുപാട് പണികളൊക്കെ എടുക്കും. അങ്ങനെ നിന്ന് പിന്നെ എനിക്ക് നടക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കായി ഞാൻ മാറി. അങ്ങനെ ഞാനൊരു ലാബ് ടെക്നീഷ്യനാണ്, ക്ലിനിക്കിൽ വർക്ക് ചെയ്യാണ്. അവിടെയുണ്ട് ഒരുപാട് ഡോക്ടേഴ്സ്. കാരണം ഓർത്തോ ഡോക്ടർ ഉണ്ട്, കുട്ടികളെ സ്പെഷ്യലിസ്റ്റ് ഉണ്ട്, സ്കിന്നിന്റെ ഒക്കെ ഡോക്ടേഴ്സ് ഉള്ള സമയത്താണ് ഞാനത് ചെയ്യുന്നത്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ നടക്കാതെ വന്നപ്പോ പ്രയാസപ്പെട്ട് നടക്കുന്ന സമയത്ത് ആ ഡോക്ടർ ചോദിക്കും, അവിടെ ഉള്ളവരൊക്കെ ചോദിക്കായിരുന്നു എന്താ ഇങ്ങനെ സിസ്റ്റർമാരൊക്കെ നടക്കുന്നത്. അപ്പൊ ഞങ്ങളൊക്കെ പിന്നെ എന്തിനാ ഇതൊക്കെ ഇങ്ങനെ ചോദിച്ചു. അങ്ങനെ ഞാൻ ഓർത്തോ ഡോക്ടറെ കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു, എക്സ്റേ ഒക്കെ എടുത്ത് നോക്കിയപ്പോ ഒരു കുഴപ്പമില്ലാന്ന്. അങ്ങനെ എന്തായിരിക്കും ഇങ്ങനെ വീട്ടില് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മള് ഈ ഒരു അസുഖത്തിന് നമ്മൾ വേറെ ഡോക്ടറെ കാണിച്ചിട്ടും പെയിൻ കില്ലർ കഴിക്കല്ലാതെ ഒരു രക്ഷയില്ല. മാഡം ഇത് കഴിക്കി, എന്നിട്ട് വീട്ടില് ജോലി എടുക്കാനേ പറ്റുള്ളൂ, അല്ലാതെ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഞാൻ വളരെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന സമയത്തും നടക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയത്താണ് എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് എൻ്റെ കൈകളിൽ എത്തിയത്. അതിന് ഞാൻ ഗിരീഷ് ബാബു സാറിന് പ്രത്യേകം താങ്ക്സ് അറിയിക്കാം കേട്ടോ. അത് വാങ്ങി ഉപയോഗിച്ച് പിറ്റേ ദിവസം തന്നെ എനിക്ക് നല്ല ബാക്ക് പെയിനും എൻ്റെ കാലുവേദനയും ഒക്കെ മാറി. ഇപ്പൊ അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് ഒരു പ്രശ്നവുമില്ല. 2 വർഷമായി ഞാൻ കണ്ടിന്യൂയായിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നു. എനിക്ക് നല്ല പൂർണ്ണ ആരോഗ്യവതിയാണ്. നല്ല ഹാപ്പി ആയിട്ട് വീട്ടിലെ എല്ലാ പണി ഇപ്പൊ ചെയ്യും, ഒരു പ്രയാസങ്ങളും ഇല്ല. വെരി ഹാപ്പി. ഓക്കെ, ഇത് ഇത്രയേ ഉള്ളൂ എൻ്റെ റിസൾട്ടുകള്. എല്ലാവർക്കും പ്രത്യേക താങ്ക്സ് അറിയിക്കുന്നു. അതുപോലെ എല്ലാവരും നമ്മള് ആരോഗ്യം ഉണ്ടെങ്കിലും നമുക്ക് നമ്മളെ ആരോഗ്യത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ ഇല്ലെങ്കിലും നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഈ ബയോട്ടോറിയം പ്രൊഡക്റ്റ്. അതുകൊണ്ട് എല്ലാവരും ഇത് വാങ്ങി ഉപയോഗിക്കുക. ഓക്കെ, താങ്ക് യു. താങ്ക് യു ഷിൽജ മാഡം. വളരെ നല്ലൊരു റിസൾട്ട് ആണ് മാഡം പറഞ്ഞത്. പുതുതായി കടന്നു വന്നവർക്ക് ഇതൊരു നല്ലൊരു മുമ്പോട്ട് പോകാൻ ഉപയോഗിക്കാൻ നല്ലൊരു ഇതായിരിക്കും. താങ്ക് യു സോ മച്ച് ഷിൽജ മാഡം.
ഹലോ ഹലോ സാറേ പറയട്ടെ. മേഡം, എൻ്റെ പേര് ചന്ദ്രശേഖരൻ. എൻ്റെ വീട് ആറ്റൂര്, തൃശ്ശൂർ ജില്ല. മേഡം, എനിക്ക് ശ്വാസമുട്ടായിരുന്നു, ഭയങ്കര ശ്വാസമുട്ടായിരുന്നു. വളരെയധികം ബുദ്ധിമുട്ടിലാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, എനിക്ക് നടക്കാൻ പറ്റുന്നില്ല, എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. ഈ കിടപ്പുകൊണ്ട് ഞാൻ ആകെ വിമിഷ്ടപ്പെട്ട് നടക്കുകയായിരുന്നു. അതോടുകൂടെ എനിക്ക് എല്ലാ രോഗങ്ങളുണ്ട്, ന്യൂറോ കംപ്ലൈന്റ് ഉണ്ട്, യൂറോ കംപ്ലൈന്റ് ഉണ്ട്. അതേമാതിരി എൻ്റെ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, അങ്ങനെ ഒട്ടനവധി രോഗങ്ങൾ എനിക്കുണ്ട്. അപ്പൊ അങ്ങനെ നടക്കുമ്പോൾ എൻ്റെ സുഹൃത്ത്, എൻ്റെ സാറ്, ഇപ്പോ എൻ്റെ സാറ് ഭഗത് സാറ് എന്നെ ഞാൻ കണ്ടു, സംസാരിച്ചു. അപ്പൊ അദ്ദേഹം എനിക്ക് ഈ നമ്മുടെ ബയോട്ടോറിയത്തിന്റെ ഈ സാധനം എടുത്ത് ഉപയോഗിച്ചു നോക്കൂ ചന്ദ്രൻ സാറെ, നല്ലതായിരിക്കും, ഒന്ന് ഉപയോഗിച്ചു നോക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനത് എടുത്ത് ഉപയോഗിച്ചിട്ട് ഒരു 3 മാസത്തിന് എഴുതുന്നുണ്ടായിരുന്നില്ല. ഒരു 3 മാസത്തിന് ശേഷം എനിക്കിങ്ങനെ കുറേശ്ശെ ആയിട്ട് ഇങ്ങനെ ശ്വാസം മുട്ടിന്റെ ആ രോഗത്തിൽ നിന്നും കുറേശ്ശെ ഭേദം കിട്ടണമായിട്ട് തോന്നി. പിന്നീട് എനിക്ക് സംസാരിക്കാനൊക്കെ ക്ലിയർ ആയിട്ട് ഇങ്ങനെ വന്നു തുടങ്ങി. പിന്നെ എന്റെ ശ്വാസം മുട്ട് എന്ന് പറയുന്നത് എനിക്കിങ്ങനെ എന്തോ ഒരു സ്വപ്നം കണ്ട മാതിരി, പെട്ടെന്ന് നിലയ്ക്കുന്ന മാതിരി. കാരണം എനിക്ക് ശ്വാസം മുട്ട് ഇല്ലാത്തൊരു മാതിരി. എനിക്ക് രാവിലെ എണീക്കുമ്പോൾ വളരെ ഉഷാറായി തോന്നുന്നു. അതേമാതിരി കഫക്കെട്ട് കംപ്ലീറ്റ് പോയി. ഞാൻ ആ വെള്ളം കുടിക്കുന്നതുകൊണ്ട് എനിക്ക് വിവരം മനസ്സിലായി, ഈ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോട്ടോറിയത്തിന്റെ ഒരു വെള്ളമായിട്ടല്ല ഞാൻ അതിനെ കാണുന്നത്. ഇപ്പൊ ഞാൻ അതിനെ കാണുന്നത് നമ്മുടെ ഈ പാലാഴിൽ കടഞ്ഞെടുത്ത അമൃതിന് തുല്യമായിട്ടാണ് ഞാൻ ആ വെള്ളത്തിന് ഇന്ന് കാണുന്നത്. കാരണം എനിക്ക് ആ വെള്ളം കുടിച്ചു തുടങ്ങിയ അതിന്റെ വയറിന്റെ അസുഖങ്ങൾ, എന്റെ കഫക്കെട്ട്, എന്റെ ശ്വാസകോശങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ മാറി. എന്റെ ഈ ശ്വാസം മുട്ട് എങ്ങോട്ട് പോയെന്ന് തന്നെ പറയാൻ പറ്റില്ല. എനിക്ക് ഇപ്പോൾ ഓടാനും ചാടാനും അതേമാതിരി സ്റ്റെപ്പ് കയറാനും ഒക്കെ വളരെ സുഖമായിട്ട് ജീവിക്കുന്നു. മാത്രമല്ല, എനിക്ക് ന്യൂറോ കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. അതുകൂടി എനിക്ക് വളരെ കൈകാലി തെരിക്കുക അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അതിനൊക്കെ കണ്ടുമാനം ഭേദം കിട്ടിയിട്ടുണ്ട്. അതേമാതിരി എനിക്ക് വലിയൊരു ആശ്വാസം കിട്ടുന്നത് എൻ്റെ യൂറോ കംപ്ലൈന്റാണ്. ഞാൻ വളരെ കാലങ്ങളായി ഈ എന്താ പറയാ യൂറിമാക്സ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. യൂറിമാക്സ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ മൂത്രം അങ്ങനെ ഒഴിഞ്ഞു പോകുന്നതിന് കുഴപ്പമില്ല. ഇപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് വെള്ളം കുടിച്ചു തുടങ്ങി കഴിഞ്ഞപ്പോൾ എൻ്റെ മൂത്രത്തിന്റെ ക്ലിയർ ആയിട്ടുള്ള മൂത്ര വിസർജനങ്ങളൊക്കെ കറക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഈ ബയോട്ടോറിയം എന്ന ഈ സിദ്ധമായ ജീവനാഡി എന്ന് വേണം ഞാൻ പറയാൻ. ഇതിനെങ്ങനെയാണ് എനിക്ക് ഇതിനെ ഉപമിക്കേണ്ടതെന്ന് എനിക്കറിയുന്നില്ല. ഇത് എല്ലാ രോഗങ്ങൾക്കും വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഓരോ കൂട്ടുകാരോടും എൻ്റെ ഈ അസുഖത്തെ പറ്റി പറഞ്ഞ് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു കുറെ ഭേദായി ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ചിലർ ചോദിക്കാൻ തുടങ്ങി, എന്താണ് ഇപ്പൊ ഇതിന്റെ കാര്യം? നീ ഇപ്പൊ ഉഷാറാണല്ലോ, നിങ്ങളിപ്പോ ഉഷാറായിട്ട് നടക്കുന്നുണ്ടല്ലോ, നിങ്ങൾ കിടപ്പൊന്നുമില്ല ഇപ്പൊ കാണുമ്പോൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു ഐറ്റംസ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്റെ കയ്യിൽ കെട്ടിയ ഒരു സാധനമുണ്ട്, ഇതൊന്ന് കെട്ടിയിട്ട് ഞാൻ നടന്നു നോക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ അവന് കെട്ടിയിട്ട് ഞാൻ അവനൊരു ചെറിയൊരു ഡെമൊക്കെ എടുത്ത് കാണിച്ചു കൊടുത്ത്. എനിക്ക് അറിയില്ലായിരുന്നു ഒന്നും. അപ്പൊ ഞാൻ ഇപ്പൊ ഡെമൊക്കെ എടുത്ത് എല്ലാം കാണിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോ കുറേശ്ശെ ഉഷാറായി. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ എല്ലാവരും ഒരുവിധം ആൾക്കാരൊക്കെ എന്നോട് ചോദിക്കാൻ തുടങ്ങി. ഞാൻ അങ്ങനെ എല്ലാവരോടും വിവരം പറഞ്ഞു തുടങ്ങി. അങ്ങനെ ഞാൻ ഇപ്പോ തൽക്കാലം ഒരു 3-4 ആൾക്ക് കൊടുത്തു. വളരെയധികം ഒരു സുഖ സൗകര്യം, മനസ്സിനൊക്കെ വളരെ സന്തോഷമായിട്ട് തോന്നുന്നുണ്ട്. എൻ്റെ ആരോഗ്യസ്ഥിതി എനിക്ക് വീണ്ടും ഇപ്പൊ തിരിച്ചു കിട്ടി. എനിക്ക് എൻ്റെ അസുഖങ്ങളൊക്കെ മാറി എന്ന് തന്നെ ഞാൻ പറയാം. എനിക്കിപ്പോ യാതൊരു വിഷമവുമില്ല. ഞാൻ എന്നേക്കും എൻ്റെ ഈ ബയോട്ടോറിയം ഞാൻ എന്നും എൻ്റെ ജീവന് തുല്യമായിട്ട് കൊണ്ടു നടന്ന് ഞാൻ ഉപയോഗിച്ചിട്ടും മറ്റുള്ളവരോട് പറഞ്ഞിട്ടും ഞാൻ അവരെ കൊണ്ട് ഉപയോഗപ്പെടുത്താൻ ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതെന്റെ കടപ്പാടായിട്ട് ഞാൻ കാണുന്നു. എന്നെ പോലെ മറ്റുള്ളവർ രോഗികളും സുഖമായി വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ജയ് ബയോട്ടോറിയം. താങ്ക് യു ചന്ദ്രൻ സാർ. സാറിന്റെ സന്തോഷത്തിൽ ഞാനും പങ്കുചേരുന്നു. കാരണം എനിക്കും അറിയാം ശ്വാസം മുട്ടിന്റെ വിഷമം എന്താണെന്ന്. ഞാനും അതുപോലെ തന്നെ 10 അടി കയറില്ലാത്ത ആള്
ഞാനും ഒരു പൊക്കത്തിലെ കയറ്റൊക്കെ ഓടി കയറി ഓടി ഇറങ്ങി, അതുപോലെ സ്റ്റെപ്പ് ഓടി ഇറങ്ങുമ്പോൾ സന്തോഷം ഉണ്ടല്ലോ. ലൈഫിൽ പറ്റില്ല എന്നുള്ള കാര്യം, ഒരിക്കലും സംഭവിക്കില്ല എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പൊ സാറും പറഞ്ഞത്. തീർച്ചയായിട്ടും ഞാൻ ഈ സന്തോഷത്തിൽ പങ്കുചേരുന്നു. താങ്ക് യു സോ മച്ച് ചന്ദ്രൻ സാർ. ഇനി അടുത്ത ആള്. താങ്ക് യു മാഡം. താങ്ക് യു മാഡം. ഓക്കെ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് മാഡം. കേൾക്കാമോ? പറഞ്ഞോളൂ മാഡം. എന്റെ പേര് ഗീത സുരേഷ് എന്നാണ്. ഞാൻ എടത്തല പഞ്ചായത്തിൽ താമസിക്കുന്നു. ഞാനും 2 വർഷം മുമ്പ് ഒരു ഷുഗർ പേഷ്യന്റ് ആയിരുന്നു. ഈ കാല് കട്ടുകഴപ്പ്, മരവിപ്പ് എന്നൊക്കെ പറഞ്ഞാ നമ്മൾ പറയുമ്പോൾ അതെന്തോരം മറ്റൊരാൾക്ക് മനസ്സിലാവുമെന്ന് നമുക്കറിയില്ല. അത് അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. അങ്ങനെ മരണതുല്യമായ ഒരു ഷുഗർ പേഷ്യന്റ് ആയിരുന്ന സമയത്താണ് കളമശ്ശേരി എറണാകുളം യൂനിസ്ബൈ എന്നിലേക്ക് ഈ പ്രോഡക്റ്റ് എത്തിച്ചത്. ഈ ഈശ്വരന്റെ കയ്യൊപ്പുള്ള പ്രോഡക്റ്റ് 6 മാസം കൊണ്ട് എന്നെ നല്ലൊരു എന്താ പറയാ എനർജറ്റിക് ഉള്ള ലേഡിയാക്കുകയും പിന്നീട് യൂനിസ്ബൈ പറഞ്ഞനുസരിച്ച് ബിസിനസ്സിലേക്ക് ഇറങ്ങുകയും ഇന്ന് ഞാൻ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന എന്റെ പ്രോഡക്റ്റ്. ഇന്നിപ്പോ ഞാൻ ഇത് പറയാൻ കാരണം, കഴിഞ്ഞ ചൊവ്വാഴ്ച, അതായത് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എനിക്ക് എന്നെ ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല. ഫുഡ് കഴിക്കലും വെള്ളം കുടിക്കലും ഒക്കെ ഫീൽഡിൽ പോകുമ്പോൾ എനിക്ക് വളരെ മോശമായിരുന്നു. അങ്ങനെ ഈ ചൊവ്വാഴ്ച ഉച്ചയായപ്പോഴത്തേക്കിനും ഒരു 3:30 ഞാൻ ചോറുണ്ടപ്പോ അന്നേരം തുടങ്ങി വയറ്റിലേക്ക് ഗ്യാസ് വന്നങ്ങ് കയറിയിട്ട് നെഞ്ചത്ത് എന്തോ കട്ടിയായിട്ട് എന്തോ എടുത്തു വെച്ചേക്കണ പോലെ തോന്നും എനിക്ക്. അപ്പൊ ഞാൻ വീട്ടിൽ വന്ന് ഇങ്ങനെ രാത്രി ഫുൾ എനിക്ക് ഉറക്കം കിട്ടിയില്ല. നെഞ്ചരിച്ചിലോ, എനിക്ക് ശരിക്കും പണ്ട് നെഞ്ചരിച്ചിലൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. പക്ഷെ അതൊന്നും എന്നെ പിന്നീട് നമ്മുടെ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് വന്നിട്ടേ ഇല്ലെന്നുള്ളതാണ്. പക്ഷെ ഇതെനിക്ക് ഇങ്ങനെ വന്നതിൽ എനിക്ക് ഭയങ്കര ഒരു ടെൻഷനും വിഷമവും രാത്രി ഉറക്കമില്ലായ്മയും ഇടയ്ക്കിടയ്ക്ക് എണീക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഞാനൊരു 4:45 ഒക്കെ എണീറ്റിരിക്കുകയും പിന്നെ കിടക്കും, അങ്ങനെയൊക്കെ ആയി. പിന്നെ പോയി ഒന്ന് കുളിച്ചു. അതൊക്കെ വന്നു കഴിഞ്ഞ് ഇവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒരു 5:45 എനിക്ക് ശ്വാസം മുട്ടോ ഇങ്ങനെ എന്താ പറയാ എന്തൊക്കെ അസ്വസ്ഥകളാന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പൊ ഞാൻ ഓർത്തൊന്ന് ബാത്റൂമിൽ പോകാന്ന് വിചാരിച്ച് ഞാൻ ബാത്റൂമിലേക്ക് പോണ സമയം മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഞാൻ അവിടെ വീണതൊന്നും ഞാൻ അറിയുന്നില്ല. നമ്മള് ഒരു 11 മിനിറ്റ് ഞാൻ ആ ബോധമില്ലാതെ അവിടെ കിടന്നു. അപ്പൊ സത്യം പറഞ്ഞാൽ ഞാൻ കുളിക്കുമ്പോൾ മാത്രമേ എൻ്റെ ഈ കയ്യിൽ ഞാൻ അഴിച്ചു വെക്കാറുള്ളൂ. അല്ലാത്ത എല്ലാ സമയവും എൻ്റെ കയ്യിൽ എപ്പോഴും ഇതുണ്ടാവും. അത് യൂണിസ്ബൈ പറയും, എപ്പോ സൂമിലോ അല്ലെ എവിടെ മീറ്റിങ്ങിൽ കയറാൻ പറഞ്ഞാലും അപ്പൊ തന്നെ കയറും. കാരണം എനിക്ക് ഇതൊന്നും തപ്പി നടക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ എൻ്റെ കയ്യിൽ തന്നെ എപ്പോഴും ഉണ്ടാവും. കാരണം ഞാൻ അതിനെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. ഇന്നിപ്പോ ഞാൻ ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നത് തന്നെ ഇതെന്റെ കയ്യിൽ ഉണ്ടായിരുന്നുകൊണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ വീണ് 11 മിനിറ്റ് കഴിഞ്ഞപ്പോ ഞാൻ ചാടി എണീറ്റു. എനിക്കും എന്റെ ബ്ലഡ് ഇങ്ങനെ ഒഴുകണയാണ്. ശരിക്കും ഇത് ചുണ്ടൊക്കെ പൊട്ടി. അപ്പൊ മരിച്ചു എന്ന് ഉള്ള ഒരു അവസ്ഥയായിരുന്നു എന്റെ. ഒരു 11 മിനിറ്റ് ഞാൻ ബോധമില്ലാതെ അവിടെ കിടന്നു. മോളപ്പുറത്തെ റൂമിലാണല്ലോ, ആരും അറിഞ്ഞില്ല. അങ്ങനെ പിന്നെ ഞാൻ ഭയങ്കര വിഷമത്തോടു കൂടി ചാടി എണീറ്റ് നോക്കുമ്പോൾ ബ്ലഡാണ് എന്റെ ശരീരം മുഴുവനും. അപ്പൊ തന്നെ ഞാൻ സ്വന്തമായി പോയി ബാത്റൂമിൽ പോയി മുഖമൊക്കെ കഴുകിയിട്ട് വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇരുന്നു. പിന്നെ മോക്ക് ഫോൺ ചെയ്തു, മോള് വന്നു. പിന്നെ അവരെനിക്ക് ചൂടുവെള്ളം, അങ്ങനെ കുറെ. ശരിക്കും പറഞ്ഞാൽ ആ വീഴ്ചയിൽ ഇപ്പൊ എപ്പോഴും നമ്മൾ കേൾക്കുന്നത് 22 വയസ്സുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല, ഒഴിഞ്ഞു വീണു, അപ്പൊ തന്നെ മരിച്ചു. ഇത് ഞാൻ 11 മിനിറ്റ് ബോധമില്ലാതെ അവിടെ കിടന്നിട്ട് പെട്ടെന്ന് ഞാൻ അങ്ങ് ചാടി എണീറ്റതിൽ ഞാൻ ഇന്ന് ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് എന്റെ ഈ പ്രൊഡക്റ്റ് എന്റെ കയ്യിലുണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതൊന്നും പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പൊ ശരിക്കും എനിക്ക് കൂട്ടിയിരിക്കുന്നതുകൊണ്ട് അധികം സംസാരിക്കാൻ പറ്റത്തില്ല. എന്നാൽ കൂടിയും ഇത്രയും എന്റെ ജീവൻ തിരിച്ചു തന്ന ഈ പ്രോഡക്റ്റിനെ കുറിച്ച് 2 വാക്ക് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. ആ 11 മിനിറ്റ് ബോധം പോയി കണ്ട് എനിക്ക് സാധാരണ ആരെങ്കിലും വന്ന് വെള്ളം തളിക്കുവോ അല്ലെങ്കിൽ മരിച്ചിട്ടുണ്ടാവും, അന്നേരം നമ്മൾ ഉണരുള്ളൂ. പക്ഷെ ഇതെന്റെ കയ്യിലുണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഉണർന്നതെന്നാണ് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നത്. ഇതൊന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ മോളെ, താങ്ക് യു. താങ്ക് യു ഗീത മാം. ഗീത മാം സത്യം പറഞ്ഞ എന്റെ റോൾ മോഡൽ തന്നെയാണ് കേട്ടോ. സത്യം
കാരണം സ്കൂമില് നമുക്ക് ആർക്കും ഒരു മാതൃകയായിട്ട് ഏറ്റവും മുമ്പേ തന്നെ നമുക്ക് ഗുഡ് മോർണിംഗ് മാം എന്ന് ആദ്യം പറയാൻ ഒരു ഇത് വരുന്നത് തന്നെ മാഡത്തിനെ കാണുമ്പോഴാണ്. ആ മാഡം ചിരിച്ചു തന്നെ ഇരിക്കണം, ഒരിക്കലും കരയണത് ആനന്ദ കണ്ണീര് തന്നെയാണ്. കാരണം നമ്മുടെ മഹത്വമായിട്ട് ദൈവസ്പർശമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കയ്യിൽ വെച്ചിട്ടാണ് ആ മാഡം പറയുന്നത്. അത് മാഡം സത്യം പറഞ്ഞ മനസ്സുകൊണ്ട് പറയുന്നതാണ്. അപ്പൊ മാഡത്തിന് ചിരിച്ച മുഖത്തോടെ എന്നും ഇങ്ങനെ കാണാൻ കഴിയട്ടെ. മാഡത്തിന് നല്ല ആരോഗ്യം വീണ്ടെടുക്കാൻ നമ്മുടെ പ്രൊഡക്റ്റ് ദേഹത്ത് ഉള്ളോടം കാലം നമുക്ക് ഒന്നും സംഭവിക്കില്ല. ആ ഒരു ആത്മവിശ്വാസം ഉണ്ടല്ലോ, അത് തന്നെ ധാരാളം. അപ്പോ മാഡം എന്ന് ചിരിച്ച മുഖത്തോടെ ഇരിക്കുക. താങ്ക് യു സോ മച്ച് മാഡം. ഹലോ ഗുഡ് ഈവനിങ് സാർ, പറഞ്ഞോളൂ. ഞാൻ സലീം കൊടുങ്ങല്ലൂരാണ്. ഞാന് ഇപ്പോ ഗീതാ മേഡം പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്നൊരു കാര്യം എന്റെ മനസ്സിൽ കത്തിക്കേറി. ഞാൻ ഇന്ന് മാഞ്ഞാലി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മരിപ്പിൽ എടുക്കാൻ ഒരു അവസരം ഉണ്ടായിരുന്നു. അപ്പോ ഈ സ്റ്റോക്ക് ബ്ലോക്ക് എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥ ഇന്ന് മനുഷ്യനില് ദിവസേന സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതായത് വീട്ടിൽ നിന്ന് മീൻ മേടിക്കാൻ വേണ്ടി പോയ ഒരു വ്യക്തിയാണ്. ആ വ്യക്തി കുഴഞ്ഞു വീണ് മരിച്ചു. അവിടെ കിടന്ന് മരിച്ചു. ലാസ്റ്റ് അത് സഞ്ചാരം കുറഞ്ഞ വഴിയായിരുന്നു, ആളുകൾ കണ്ടിരുന്നില്ല. ആളുകൾ കണ്ടത് കുറച്ച് കഴിഞ്ഞിട്ടാ, ആള് മരിച്ചു കുറെ കഴിഞ്ഞിട്ടാണ്. ആള് മരിച്ചു, കുഴഞ്ഞു വീണ് മരിച്ചു, മീൻ മേടിക്കാൻ പോയ വ്യക്തി. ഇപ്പോ ഗീതാ മേഡം പറഞ്ഞില്ലേ, നമ്മൾ ഈ പ്രോഡക്റ്റ് 95% നമ്മുടെ ഈ പ്രോഡക്റ്റ് അതിനെ പ്രിവെന്റ് ചെയ്യുമെന്നാണ് സാഗർ ജോഷി സാർ പറയുന്നത്. മനസ്സിലായിട്ടുണ്ടോ? അപ്പോ ഇങ്ങനെയുള്ള സ്റ്റോക്ക് ബ്ലോക്ക് അറ്റാക്കിലേക്ക് 95% പ്രിവെന്റ് ചെയ്യും എന്നുള്ളത് 100% സത്യമാണെന്നുള്ളതാണ് ഇപ്പോ ഗീതാ മേഡം പറഞ്ഞു വന്നതിന്റെ കാരണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങനെയാണ് നമ്മൾ ഈ പ്രോഡക്റ്റിന്റെ ഒരു വാല്യൂ. ഇത് നമ്മളെല്ലാവരും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇതിനകത്ത് നിൽക്കുന്നത്. ഇപ്പൊ ഞാൻ പ്രോഡക്റ്റ് പഠിച്ചിട്ടുള്ള ഒരു വ്യക്തി 3 മാസവും 5 ദിവസമായിട്ട് അദ്ദേഹം ഈ സൂമിലുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോ അദ്ദേഹത്തിന്റെ മാറ്റങ്ങൾ കണ്ടിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഈ പ്രൊഡക്റ്റ് അന്വേഷിച്ച് ഇന്നലെ ഒരു ടീം എത്തിയാണ്. അതായത് 3 വർഷം കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഈ കമ്പനിയിൽ അസോസിയേറ്റ് ചെയ്തിട്ട്. അനേകം ആളുകളായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇന്ന് വരെയും എൻ്റെ അടുത്ത് ഒരു വ്യക്തികളും ഇങ്ങോട്ട് ചോദിച്ചു വന്നിട്ടില്ല. നമ്മൾ അങ്ങോട്ട് പോയി സംസാരിക്കലാണ് സാധാരണ. പക്ഷെ എൻ്റെ ടീമിൽ വന്ന എൻ്റെ പാർട്ണറായിട്ടുള്ള അനീഫയുടെ വീട്ടില് അനീഫയുടെ റിസൾട്ട് കണ്ടുകൊണ്ട് പ്രൊഡക്റ്റ് അന്വേഷിച്ച് വന്നു. അവര് സാധനം ബുക്ക് ചെയ്യാൻ 3-ാം തീയതി ബുക്ക് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഈ പ്രൊഡക്റ്റിന്റെ ഗുണം. അതായത് ഉപയോഗിക്കുന്ന ആളുകൾ കറക്റ്റായിട്ട് ഉപയോഗിക്കുക. ഇത് നമ്മുടെ കൂടപ്പറപ്പ്, അതായത് റിസ്റ്റ് ബാഡ് കൈമെന്ന് ഒഴിവാക്കി നടക്കുന്നവർ വയോട്ടോറിയം ചെയ്യണ്ട എന്നേ ഞാൻ പറയുള്ളൂ. അതേപോലെ തന്നെയാണ് പ്രോഡക്റ്റ് കൊടുത്തിട്ട് അവരെ കൊണ്ട് ഫോളോ അപ്പ് ചെയ്ത് കറക്റ്റായിട്ട് ഇത് ഉപയോഗിപ്പിക്കാൻ പറ്റാത്തവർ ഇതിനകത്ത് അസോസിയേറ്റ് ചെയ്യാൻ പാടില്ല. അവർ മേടിച്ച് ഉപയോഗിച്ചിട്ട് അവർക്ക് റിസൾട്ട് കിട്ടിക്കോട്ടെ. പക്ഷെ മറ്റുള്ളവർക്ക് ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ രീതി സാഗർ ജോഷി സാറ് പറയുന്നത് ആ രീതിയിൽ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ആ രീതിയിൽ ഈ പ്രൊഡക്റ്റ് ഉപയോഗിപ്പിക്കാൻ തയ്യാറായാൽ 95% അദ്ദേഹം പറയുന്ന രീതിയിൽ തന്നെ നമുക്ക് ഇതിന്റെ റിസൾട്ട് കിട്ടും എന്ന് ഞാനൊന്ന് എല്ലാവരും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. പുതിയ ആളുകളുണ്ട്, അവര് പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു സലീം സാർ. നല്ല രീതിയിൽ സാറ് പുതുതായി കടന്നു വന്നവർക്ക് നല്ല രീതിയിൽ പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞു തന്നു. താങ്ക് യു സോ മച്ച്. വിലപ്പെട്ട സമയങ്ങൾ പാഴാക്കി കളയരുതെന്ന് ഒരു റിക്വസ്റ്റ് ഉണ്ട്. MC പറയുന്നു. എല്ലാവരും ഓരോരോ ചെറിയതായാലും എക്സ്പീരിയൻസ് പറയാ. ഹായ്, ഗുഡ് ഈവനിങ്. കേൾക്കണ്ടോ?
പറഞ്ഞോളൂ മാഡം. കേക്കണ്ട്. എൻ്റെ പേര് രാധ. ഞാൻ കോഴിക്കോട് പുക്കുന്ന് സ്വദേശിയാണ്. 3 വർഷത്തോളമായി ഞാൻ ഈ പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് പല അസുഖങ്ങളും ഉണ്ടായിരുന്നു. ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയാൻ അതില് അധികം ഒഴിവാക്കാൻ ഒന്നുമില്ല. അത്രയും കൈക്ക് തരിപ്പ്, കാലിന്റെ മുട്ട് വേദന, യൂറിക് ആസിഡ്, അലർജി, തുമ്മല് എന്ന് വേണ്ട പല അസുഖങ്ങളും ഉള്ള ഒരാളായിരുന്നു ഞാൻ. ഈ പ്രോഡക്റ്റ് എനിക്ക് തന്നത് എൻ്റെ മകള് സിന്ധു ആണ്. അത് ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് നല്ല റിസൾട്ട് കിട്ടി. ഇപ്പോ ഞാൻ ഹൈപ്പർ ടെൻഷന് ലോസാറച്ച് കഴിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു 10 വർഷത്തോളം ഗുളിക കഴിച്ച് പിന്നെ ഈ പ്രോഡക്റ്റ് കിട്ടിയതിന് ശേഷം ഞാൻ ആ ഗുളിക ഞാൻ തന്നെ നിർത്തി വെച്ചതാണ്. അതിന് കാരണം എന്താന്ന് വെച്ചാല് ഇപ്പം വെറുതെ അങ്ങനെ ഗുളിക കഴിച്ചിട്ട് നമ്മള് ഒരു രോഗിയായി മാറണ്ടല്ലോ. അപ്പം അന്നുള്ള ആ അസുഖമൊന്നും എനിക്ക് തോന്നണമില്ല. അങ്ങനെ ഞാൻ തന്നെ സ്വന്തം അത് നിർത്തി. പിന്നെ ഞാൻ നോക്കുമ്പം പ്രഷറൊന്നും എനിക്കില്ല. 120 130 ലെവലിലേ ഉള്ളൂ. അങ്ങനെ പിന്നെ എൻ്റെ അസുഖത്തിന് നല്ല മാറ്റായി. പിന്നെ ഞാന് ഇപ്പൊ ഈ അടുത്ത് എൻ്റെ അമ്മക്ക് 89 വയസ്സായി. എൻ്റെ അമ്മ ഞാനിങ്ങനെ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടിട്ട് അമ്മ പറഞ്ഞ് ആ സാധനം എന്താ വെച്ചാ ഒന്ന് എനിക്കും കൊണ്ടാന്ന് പറഞ്ഞപ്പോ ഞാന് അത് അമ്മക്ക് ഒന്ന് വാങ്ങിച്ചു കൊടുത്ത്. ഇപ്പൊ അമ്മക്ക് നല്ല റിസൾട്ടാണ്. ഇടക്കിടക്ക് നെഞ്ചുവേദന, തലവേദന ഒക്കെ ഉള്ള വാർദ്ധക്യ സഹജമായിട്ടുള്ള അസുഖങ്ങളാണ് കൂടുതലും. അപ്പൊ ഇപ്പൊ ഈ വെള്ളം കുടിക്കും, റിസ്റ്റ് ബാൻഡ് കൈമേല് കെട്ടു. 2 എണ്ണം കിട്ടിയ ഒരവസരം ഉണ്ടായിന്. അന്ന് 2 റിസ്റ്റ് ബാൻഡ് ഒരു പ്രോഡക്റ്റിൽ ഉണ്ടായിരുന്നു. അപ്പൊ തലവേദന വരുമ്പോ ഒന്ന് തലക്ക് ചുറ്റി കെട്ടു, മറ്റേത് കൈമേലും കെട്ടു. പക്ഷെ ഇപ്പൊ അമ്മ പറയും ഞാൻ ഇതിൽ കിടക്കുന്നത് കൊണ്ട് എനിക്ക് രാത്രി ദുസ്വപ്നങ്ങള് കുറെ കാണുമായിരുന്നു. ഇപ്പൊ ഒന്നും കാണുന്നില്ല. അല്ലെങ്കിൽ പറയും അവിടെ ആരോ നിക്കണ്, ഇവിടെ ആരോ നിക്കണ് എന്നുള്ള ഒരു എന്തോ ഒരു വിഭ്രാന്തിയാണ് അമ്മക്ക്. ഇപ്പൊ അങ്ങനത്തെ ഒരു അസുഖം ഇല്ല. അപ്പൊ അമ്മ പറയും ഇത് വിശ്വസിച്ച് ഉപയോഗിച്ചാല് മരുന്നൊന്നും കഴിക്കണ്ട, ഇത് തന്നെ മതി, നല്ലൊരു പ്രോഡക്റ്റ് ആണ്. ഇത് കണ്ടുപിടിച്ചത് ഓരോ ദൈവം ഓരോ കൂടെ എന്നും ഉണ്ടാവും എന്നൊക്കെ അമ്മ പറയും. പിന്നെ ഞാനിപ്പോ അടുത്ത 5 മാസമായി എൻ്റെ മകള് അങ്ങനെ വലിയൊരു അസുഖമൊന്നും ഇല്ലാത്ത ഒരു കുട്ടിയാണ്. ഓള് ഒരു ബാങ്കിൽ വർക്കിന് പോണതാ. പെട്ടെന്ന് ഒരു വയറുവേദന വന്ന് ഒരു ദിവസം ഡോക്ടറെ കാണിച്ച് വേദന കുറയാഞ്ഞപ്പോ ഡോക്ടറെ കാണിച്ച്. അപ്പൊ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി ഇഞ്ചക്ഷൻ അടിച്ച്. അതിന് ശേഷം അത് അന്നേരം ഒന്ന് മാറി നിന്ന് പിന്നീട് വീണ്ടും വന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഒബ്സർവേഷനിലാണ് നിർത്തിയത്. അപ്പൊ പിന്നെ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ വീണ്ടും വന്നപ്പോ ഡോക്ടറോട് പറഞ്ഞ് അങ്ങനെ അവര് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. അവിടെ നിന്ന് ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞ് സ്കാനിങ് ഒക്കെ കഴിഞ്ഞപ്പോ പാൻക്രിയാസിൽ കല്ലുണ്ട് എന്ന് പറഞ്ഞു. ഒരു ഓപ്പറേഷനൊക്കെ വേണ്ടി വരും അങ്ങനെ പറഞ്ഞ്. പക്ഷെ ഒരാഴ്ച ഹോസ്പിറ്റലിൽ നിന്നുള്ള ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് പിന്നെ ഇനി വേദന വരികയാണെങ്കിൽ വന്ന് കാണിക്കണം എന്ന് പറഞ്ഞ് പോന്നതാണ്. അപ്പൊ ഞാൻ അതിന്റെ മുന്നേ അവരോട് പറയും രോഗമില്ലെങ്കിലും രോഗം ഉണ്ടെങ്കിലും ഈ പ്രോഡക്റ്റ് ഒരു വ്യക്തിക്ക് അവരെ ജീവന് തന്നെ നല്ലൊരു ഔഷധത്തിനേക്കാളും നല്ലൊരു സാധനമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോ ഞാൻ അവരോട് പറയലുണ്ട്. പക്ഷെ അവരന്നൊന്നും അത് ശ്രദ്ധിച്ചില്ല. ഈ അസുഖം വന്നതിന് ശേഷം ഞാൻ കൊടുത്ത് അപ്പൊ ഇതുവരെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇപ്പൊ അൾട്രാബെറി വാങ്ങിച്ച് അതും കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ നല്ല ആക്റ്റീവായിട്ട് ഇപ്പൊ വലിയ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാല് ഈ പ്രോഡക്റ്റ് എല്ലാരെ കയ്യിലും കിട്ടൂല. നമ്മൾ ആരിലേക്ക് എത്തിക്കുമ്പം ഫസ്റ്റ് അവര് പറയും, ചിലര് പറയും ഇപ്പൊ വാങ്ങാ പക്ഷെ കാശില്ല.
ചിലര് പറയും ഞങ്ങൾക്കിപ്പോ അങ്ങനെയുള്ള അസുഖങ്ങളൊന്നും ഇല്ല. ഈ അസുഖങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നവരെടുത്താണ് പറയാനുള്ളത്. അസുഖങ്ങൾ ഇല്ലാത്തവരാണ് ഇത് ഉപയോഗിക്കേണ്ടത്. പക്ഷെ കാശില്ല എന്ന് പറയുമ്പോ പിന്നെ അത് എങ്ങനെങ്കിലും അവര് സംഘടിപ്പിച്ച് കൊടുക്കൂ. പിന്നീട് അവര് വാങ്ങാൻ വെച്ച് വിളിക്കുമ്പോ നമ്മള് കൊണ്ട് കൊടുക്കൂ. അങ്ങനെയൊക്കെയാണ് ഇപ്പൊ ഈ പ്രോഡക്റ്റിന്റെ ഒരു മഹത്വം. നല്ലൊരു പ്രോഡക്റ്റ് ആണ്. എനിക്കും എൻ്റെ അമ്മക്ക് എൻ്റെ മോൾക്കും ഉള്ള അസുഖത്തിനൊക്കെ നല്ല മാറ്റമുണ്ട്. മരുന്ന് കഴിക്കുന്നത് പൂർണ്ണമായിട്ട് ഒഴിവാക്കി നിർത്താൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണിത്. ഇത്രയൊക്കെ പറയാനുള്ളൂ. ഓക്കെ, താങ്ക് യു രാധ മാം. ഒരു കുടുംബം തന്നെ ഈ നമ്മുടെ ഈ പ്രൊഡക്റ്റിന്റെ ഉറപ്പിൽ തന്നെ അല്ലെ, പ്രൊഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒരു കുടുംബം മുമ്പോട്ട് പോകുന്നു. എത്ര നല്ല റിസൾട്ടാന്ന് നോക്കി അവര് സത്യം പറഞ്ഞാൽ മനസ്സിൽ നിന്ന് അവരുടെ തന്നെ ഒരു എക്സ്പീരിയൻസ് പറയാന്ന് വെച്ചാൽ ഒരു കുടുംബം മൊത്തമാണ് നമ്മുടെ പ്രൊഡക്റ്റ് കൊണ്ട് ഇതായേക്കുന്നത്. അപ്പോ മാഡം താങ്ക് യു. ഒരു വാക്കുകൂടി മാഡം, 5G ഇന്റർനാഷണൽ സത്യൻ സാറ്, സിന്ധു മാഡം, അത് സിന്ധു എന്റെ മകളാണ്, മകളെ ഭർത്താവാണ് സത്യൻ എന്ന് പറയുന്ന വ്യക്തി. ഓക്കെ 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 ഓക്കെ, താങ്ക് യു മാഡം. താങ്ക് യു. ടൈം മുമ്പോട്ട് പോകുന്നു. ഓക്കെ, ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് മാം. കേക്കണ്ട? പറഞ്ഞോളൂ സാറേ. ഓക്കെ, ഞാൻ സുനിൽ, എറണാകുളത്ത് നിന്നാണ്. എൻ്റെ ലീഡർ ഗിരീഷ് ബാബു സാറും പ്രീതി മേഡമാണ്. അപ്പൊ ഞാൻ കുറച്ച് റിസൾട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കുറെ ആൾക്കാർ കേട്ട ആൾക്കാരുണ്ടാവും. എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ റിസ്റ്റ് ബാൻഡ് കയ്യിൽ കെട്ടിയത് കാരണമാണ് ഞാൻ രക്ഷപ്പെട്ടത്. അപ്പൊ എന്നെ അവര് റിസ്റ്റ് ബാൻഡ് കെട്ടി കഴിഞ്ഞിട്ട് ECG എടുത്തു കഴിഞ്ഞപ്പോ ECG നോർമലായിരുന്നു. അങ്ങനെ അവര് ഗ്യാസിന്റെ മരുന്നാണ് എനിക്ക് ഇഞ്ചെക്ട് ചെയ്തത്. പക്ഷെ ഗ്യാസിന്റെ മരുന്ന് ഓരോ ഡ്രോപ്സ് കയറുന്ന സമയത്ത് എനിക്ക് വേദന കൂടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു കാർഡിയോളജിസ്റ്റ് ഒരു ഡോക്ടറെ വിളിച്ചു വരുത്തി. ആ ഡോക്ടർ 33 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരി ലേഡിയാണ് വന്നത്. അവർ ഈ ബൈറ്ററും പ്രൊഡക്റ്റ് കെട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മരുന്ന് എനിക്ക് അബോധാവസ്ഥയിലായിപ്പോണെങ്കിൽ ഞാൻ ചത്തുപോയേനെ. അപ്പൊ അതുകൊണ്ട് ഞാൻ വേഗം മെഡിക്കൽ ടെസ്റ്റ് ഹോസ്പിറ്റലിൽ ലിസി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞ കാരണം ഞങ്ങൾ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അങ്ങനെ 1,70,000 രൂപയാണ് അവർ പറഞ്ഞത്. പക്ഷെ അത് ആൻജിയോപ്ലാസ്റ്റി ചെയ്യണമെന്ന്. അതിന് ശേഷമാണ് എൻ്റെ ലീഡേഴ്സ് തന്നെ പറഞ്ഞു വേറെ കുഴപ്പമില്ല, ഈ സാധനം തന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബൈപ്പാസ് സർജറി വരെയും ചെയ്യേണ്ട ആൾക്കാരുടെ ബ്ലോക്കൊക്കെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാനിത് ഈ കറക്റ്റായിട്ട് യൂസ് ചെയ്യാനും വെള്ളം കുടിക്കാനൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇപ്പൊ ശരിക്കും 1 വർഷം കഴിഞ്ഞ് ഈ ഒക്ടോബർ 10 വരുമ്പോൾ അവന്റെ ബ്ലോക്കും പോയി. ബ്ലോക്ക് നോക്കിയിട്ടില്ല, 3 ബ്ലോക്കും കാണാനില്ല. കൊളസ്ട്രോള്, ഷുഗർ, പൈൽസിന്റെ കംപ്ലൈന്റ് ഉണ്ടായിരുന്നു, അതെല്ലാം എനിക്ക് ഭേദമായി. ഇപ്പൊ ഒരു ടാബ്ലറ്റ് പോലും ഞാൻ കഴിക്കണില്ല. അപ്പൊ ഇപ്പൊ ഞാൻ വന്നത് ഈ അടുത്ത് 3 ദിവസമായിട്ടുള്ളൂ. എൻ്റെ ഒരു കൂട്ടുകാരന് ഒരു പ്രൊഡക്റ്റ് കൊടുത്തിട്ട് പുള്ളി എറണാകുളത്ത് രമേശൻ മാസ്റ്ററുടെ ക്ലാസ്സിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പ്രൊഡക്റ്റ് എടുക്കണേക്ക് മുമ്പ് തന്നെ പുള്ളിനെ കൊണ്ടുവന്നതാണ്. പുള്ളി റിസർച്ച് ചെയ്തൊക്കെ നോക്കി, ഗൂഗിളിൽ സെർച്ച് ചെയ്തു, നമ്മുടെ സാഗർ ജോഷി സാറിന്റെ ഇതെല്ലാം കണ്ട്, ഇതെല്ലാം പുള്ളിയുടെ വീഡിയോസ് ഒക്കെ കണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്രൊഡക്റ്റ് കൊണ്ടുപോയി കൊടുത്ത് ഇപ്പൊ 3 ദിവസമായിട്ടുള്ളൂ. പുള്ളിക്ക് മെഡിക്കൽ ടെസ്റ്റ് ഹോസ്പിറ്റലിൽ ആൻജിയോഗ്രാം ചെയ്തതാണ്. 2 ബ്ലോക്ക് ഉണ്ട്, പക്ഷെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കണായിരുന്നു. അപ്പൊ നമ്മുടെ രമേശൻ മാസ്റ്ററിന്റെ ക്ലാസ് കേൾക്കാൻ വന്ന സമയത്ത് ബയോട്ടോറിയത്തിന്റെ വാട്ടർ എനർജി ആ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന കാരണം പുള്ളിക്ക് പെയിൻ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി എൻ്റെ വണ്ടി കയറുന്ന സമയത്ത് പെയിൻ വന്നിട്ട് പുള്ളി നാക്കിന്റെ അടിയിൽ ആ ഒരു ടാബ്ലറ്റ് വെച്ച് അതെന്നോട് പറയുകയും ചെയ്തു. പക്ഷെ ഇപ്പൊ ഈ 2 ദിവസമായിട്ട് പ്രൊഡക്റ്റ് യൂസ് ചെയ്തതിന് ശേഷം പുള്ളി ആ ടാബ്ലറ്റും വെച്ചിട്ടില്ല. പുള്ളിക്ക് ഒരു ദിവസം റിസൾട്ട് ആയി തുടങ്ങി. ഇപ്പൊ വെള്ളിയാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച വർക്കിലേക്ക് ഇറങ്ങാനായിട്ട് പുള്ളി പറഞ്ഞാക്കണേണ്. അപ്പൊ അതേപോലെ തന്നെ 5 ദിവസമായ എൻ്റെ ഒരു കൂട്ടുകാരന് ഈ കാലിന് വെരിക്കോസിന്റെ കംപ്ലൈന്റും കാലിന് നീരും ഇതൊക്കെ ഉണ്ടായിരുന്നു. ആ പുള്ളിക്കും റിസൾട്ട് കിട്ടിയിട്ട് അവൻ മറ്റുള്ള ആൾക്കാരോട് പറയാൻ തുടങ്ങി. അപ്പൊ അത്ര മനോഹരമായ പ്രൊഡക്റ്റ് ആണിത്, നമുക്ക് വിശ്വസിച്ച് യൂസ് ചെയ്യാം. പിന്നെ ഇന്നിപ്പോ ഞാനൊരു ഡോക്ടറിനോട് ഡോക്ടർ ഒരു മനോജ് ഡോക്ടർ എന്ന് പറയും, എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലാണ്. പുള്ളി ഫിസിഷ്യനാണ്, റിട്ടയർഡ് ആയതാണ്.
പുള്ളിയുടെ കാല് ഭയങ്കര വേദനയും ഇതുമാണ്. ആള് പിടിച്ചുകൊണ്ടാണ് കാറിൽ നിന്ന് ഇറക്കണ. അപ്പൊ പുള്ളിനോട് ഇന്ന് ഞാൻ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ പ്രൊഡക്റ്റിനെ കുറിച്ച് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞ് ഒരു ഡെമോൺസ്ട്രേഷൻ കൊടുത്ത് ഇരുന്നുകൊണ്ട് പുള്ളിക്ക് അത്രയും ഇതുള്ളൂ. വേറൊരു വിരലിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ മാത്രം കാണിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോ പുള്ളിക്ക് മനസ്സിലായി. അപ്പൊ പ്രൊഡക്റ്റ് വേണോ എന്നുള്ള ഇതിലാണ് സംസാരിക്കുന്നത്. അപ്പൊ തൃപ്പൂണിത്തറ നമ്മുടെ ഗ്രേറ്റ് ലീഡർ മനോജ് സാറിന്റെ അടുത്തായിട്ട് വരും ഈ ഡോക്ടറിന്റെ വീട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ മനോജ് സാറിനെ വിളിച്ചിട്ടൊന്ന് പോകണമെന്ന് കരുതിയിരിക്കണേന്. അപ്പൊ എല്ലാവരും റിസൾട്ട് കിട്ടിയ ആൾക്കാരും ചെറിയ റിസൾട്ട് ആണെങ്കിലും വലിയ റിസൾട്ട് ആണെങ്കിലും നമ്മുടെ ഈ ടൈം വേസ്റ്റ് ചെയ്യാതെ എല്ലാവരും മുന്നോട്ട് വന്ന് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരു നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു സുനിൽ സാർ. വളരെയധികം സന്തോഷം സാറ് നല്ല രീതിയിൽ സാറിന്റെ എക്സ്പീരിയൻസ് സാർ ഷെയർ ചെയ്തു. താങ്ക് യു സോ മച്ച്. ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് മാഡം, പറഞ്ഞു. ഞാൻ അജിത, മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരും. പിന്നെ ഞാൻ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് 1 വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് കൂടുതൽ അസുഖങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ വാങ്ങി ഉപയോഗിക്കാൻ തുടങ്ങിയതാണ്. അപ്പൊ ഉപയോഗിച്ച് നോക്കിയപ്പോഴാണ് അറിഞ്ഞത് ഒരുപാട് അസുഖങ്ങൾ ഉണ്ട് എന്നുള്ളത്. അപ്പോ ചെറുതായിട്ട് കൈ തരിപ്പ് ഉണ്ടായിരുന്നു, കാലിന്റെ മുട്ടുവേദന ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെ മാറുന്നുള്ള വിചാരത്തിൽ ഇങ്ങനെ പോവുമായിരുന്നു. പക്ഷെ ഇത് ഉപയോഗിച്ച് നോക്കുമ്പോ അതൊക്കെ മാറിക്കഴിഞ്ഞപ്പോ ഒരു ഹെൽത്തി ആയിട്ട് നടക്കണം. പിന്നെ ചെറിയ ശ്വാസമുട്ട്, ശ്വാസമുട്ട് ഇത്ര വലുതാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇപ്പൊ ശ്വാസമുട്ടില്ല നടക്കുമ്പോ. അപ്പൊ അതും മാറിയിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ അമ്മായിന്റെ മോന് ഇപ്പോ 2 ആഴ്ച മുമ്പ് ഒരു പ്രൊഡക്റ്റ് കൊടുത്തു. ആ മോന് എന്ന് പറഞ്ഞാൽ 105 കിലോ വെയിറ്റ് ഉള്ളതാണ്. ഓന് ഒരുപാട് സൂക്കടുണ്ടായിരുന്നു. ഷുഗർ, ഇൻസുലിൻ എടുക്കുന്ന ആളാണെന്ന് പറഞ്ഞു. പിന്നെ ഒരുപാട് സൂക്കടുണ്ട്, മേലൊക്കെ വേദന. അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ഇന്ന് ഈ എന്ത് കൊണ്ടുപോയിട്ട് ഉപയോഗിക്ക് അപ്പൊ എനിക്ക് റിസൾട്ട് കിട്ടും പറഞ്ഞപ്പോ ഞാൻ ഒറ്റത്തവണ പറഞ്ഞോളൂ. അപ്പൊ എൻ്റെ അടുത്ത് മേടിച്ചു കൊണ്ടുപോയി. ഇവിടെ ഒരു പ്രൊഡക്റ്റ് ഇരിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് 2ാമത്തെ ദിവസം എനിക്ക് വിളിച്ചു പറയുന്നുണ്ട്, നേരത്തെ പ്രൊഡക്റ്റ് തന്നതുകൊണ്ട് ഞാൻ ഇന്നലെ രാത്രി സുഖമായിട്ട് ഉറങ്ങി. എന്റെ മേലുവേദനയും കാലുവേദനയൊക്കെ 2 ദിവസം കൊണ്ട് കുറഞ്ഞു. ഓന് നല്ല റിസൾട്ട്. അതേപോലെ ഞാൻ അറിയാത്തൊരു ഒരു സ്ത്രീ ഞങ്ങളെ വീടിന്റെ അടുത്താണ്. ഞാൻ വെറുതെ വേറൊരാളെ കാണാൻ വേണ്ടി അതിൽ പോയപ്പോ സ്ത്രീനെ കണ്ട അവിടെ കയറി ഇങ്ങനെ പറഞ്ഞ. പിറ്റേ ദിവസം ഇവിടെ 2-3 ലീഡർമാർ വന്ന്, ജനാർദ്ദൻ സാറാണ് എന്റെ ലീഡർ. അവരെ കൂട്ടിയിട്ട് വേറെ 2 ആളും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്ന് 3 ആളും കൂടി വന്നിട്ട് ആ സ്ത്രീക്ക് ഒരു പ്രോഡക്റ്റ് കൊടുത്തു. അപ്പൊ അവർക്ക് എന്തൊക്കെ സൂക്കടുള്ള ആളാണ്, അത് എനിക്കറിയില്ലായിരുന്നു. വാങ്ങി ഉപയോഗിച്ച് നോക്കെന്ന് പറഞ്ഞ് കൊടുത്തു. അവർക്ക് അതിലേറെ സന്തോഷം. നല്ല ഉറക്കം കിട്ടി, മേലുവേദന കുറഞ്ഞു. അങ്ങനെ അപ്പോ ഞാൻ ചെറിയ റിസൾട്ട് ആണെങ്കിലും പറയാന്ന് വിചാരിച്ച് കയറിയാ. ശരി, ഓക്കെ. താങ്ക് യു മാഡം. ഗുഡ് ഈവനിങ്, കേൾക്കാവോ? ഗുഡ് ഈവനിങ് മാഡം, പറഞ്ഞോളൂ. എൻ്റെ പേര് ഫാത്തിമ ചെമ്മാടാണ്. ഞാൻ ഈ പ്രൊഡക്റ്റ് എൻ്റെ മോൻക്ക് വേണ്ടി വാങ്ങിയതായിരുന്നു. 2 വർഷത്തിന് മേലായി. എൻ്റെ മോന് പെട്ടെന്ന് 16 വയസ്സായ മോന് പെട്ടെന്ന് നടക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. പിന്നെ മെഡിക്കൽ കോളേജ് കുറെ ഹോസ്പിറ്റലിൽ കാണിച്ച് ലാസ്റ്റ് മെഡിക്കൽ കോളേജിലാണ് കാണിച്ചത്. അവിടുന്ന് ഡോക്ടർ പറഞ്ഞത് 1 വർഷമാവും. വെച്ചാല് പിന്നെ അണുക്കൾ കൂടിയതാണ്. ഒരു കുട്ടിക്ക് 20 പാടുള്ളൂ, ഇവനക്ക് 120 ഉണ്ട് എന്നാ പറഞ്ഞത്. അപ്പൊ 1 വർഷം കഴിയോ ഇത് കാല് റെഡി ആവണമെങ്കിൽ എന്നാണ് ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. ആ സമയത്താണ് പിന്നെ നിലമ്പൂർ സ്വദേശിയായ ഉഷാമ്മയുടെ ഈ പ്രോഡക്റ്റും കൊണ്ടുവന്നത്. ആദ്യം ഞാൻ നിരസിച്ചു, എനിക്ക് വേണ്ട. മെഡിക്കൽ കോളേജിൽ കാണിച്ചിട്ട് മാറാത്തൊരു അസുഖമാണോ ഈ ഒരു ബെഡും വെള്ളം കുടിച്ചിട്ട് മാറാൻ പോണത് എന്നുള്ള ഇതില്. ഇത് അവനക്കൊന്നും റിസൾട്ട് ഇല്ലെങ്കിൽ പ്രൊഡക്റ്റ് തിരിച്ചു കൊണ്ടുപോകണം എന്ന് അവരുടെ അടുത്ത് പറഞ്ഞു. അങ്ങനെ വാങ്ങി ഉപയോഗിച്ചു. 3 ദിവസം കൊണ്ടാണ് എൻ്റെ മോനക്ക് റിസൾട്ട് കിട്ടിയത്. അവന് പെട്ടെന്ന് റിസൾട്ട് എന്ന് പറഞ്ഞാല് അവന്റെ 2 കാലും എല്ലും തോലും ആയ ഒരവസ്ഥയായിരുന്നു, നടക്കാൻ പറ്റാതെ. അങ്ങനെ 3ാമത്തെ ദിവസം അവനക്ക് കിട്ടിയത് ആ ആടി തൂങ്ങി കിടന്ന തോല് സെറ്റായി. അതായത് അവന്റെ കാലില് പഴയ പോലെ തന്നെ
കാല് മാറുകയാണ് ഫസ്റ്റ് ചെയ്തത്. പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് അവൻ നടക്കാൻ തുടങ്ങി. അതുവരെ നടക്കാനൊന്നും പറ്റാത്തൊരവസ്ഥയായിരുന്നു. പിന്നെ ഈ പ്രൊഡക്റ്റ് വാങ്ങി അവന് ഉപയോഗിക്കുമ്പോൾ അവനെ നോക്കിയിട്ട് എനിക്ക് ഷുഗർ വന്നിട്ടുണ്ടായിരുന്നു. രാത്രി ഉറക്കമില്ലാതെ അവനെങ്ങനെ ഉഴിഞ്ഞിട്ടൊക്കെ ഇങ്ങനെ കണ്ണും തുറന്നിരിക്കല്ലേ. അതുകൊണ്ട് അവന്റെ വേദന കരച്ചിലൊക്കെ കേട്ടാൽ നമുക്ക് ഉറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അങ്ങനെ എനിക്ക് 480 ഷുഗർ ഉണ്ടായിരുന്നു. ഡോക്ടർ പറഞ്ഞത് ഇനി ഇങ്ങോട്ട് മരുന്ന് വാങ്ങാൻ വരരുത്. എനിക്ക് ഷുഗർ ഉള്ളത് പോലും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടപ്പോഴാണ് കാണിച്ചപ്പോഴാണ് ഇത് ഷുഗർ ആണെന്ന് മനസ്സിലായത്. അങ്ങനെ അതിന് മരുന്ന് കഴിച്ചപ്പോ ഒരു മാറ്റമൊന്നുമില്ല. പിന്നീട് ഈ പ്രൊഡക്റ്റ് ഉപയോഗം തുടങ്ങിയപ്പോഴാണ് എനിക്ക് കണ്ണിന് നല്ലൊരു കാഴ്ച കിട്ടി. അതുപോലെ തന്നെ ഷുഗർ പൂർണ്ണമായിട്ട് മാറി. അലർജിന്റെ പ്രശ്നം ഉണ്ടായിനി, അത് മാറി. അങ്ങനെ എനിക്ക് നല്ല റിസൾട്ട് എന്റെ മോനിലൂടെ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചു ആ നമ്മൾക്ക് പ്രൊഡക്റ്റ് എത്തിച്ചു തന്ന സാഗർ ജോഷി സാറിനും ഈ പ്രൊഡക്റ്റ് എന്റെ കൈകളിലേക്ക് എത്തിച്ചെന്ന ഉഷാ മാഡത്തിനൊക്കെ നന്ദി പറയാണ്. അതുപോലെ തന്നെ ഈ പ്രൊഡക്റ്റ് നിറയെ പേർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. കൊടുത്തവർക്കൊക്കെ നല്ല നല്ല റിസൾട്ട്. ഇപ്പൊ ഈ ഒരു ആഴ്ചക്ക് മുന്നേ ഒരാൾക്ക് നല്ല ഊരവേദന മിംസ് ഹോസ്പിറ്റലിലാണ് കാണിച്ചത്. അവര് മരുന്ന് കൊടുത്തിട്ട് ആ പേഷ്യന്റിന് രാത്രി ഉറങ്ങാൻ കഴിയണില്ല. രാവിലെ വരെ ഭയങ്കര ബുദ്ധിമുട്ട്. അതായത് മലർന്നും ചെരിഞ്ഞും കമന്നും കിടക്കാൻ പറ്റാത്തൊരവസ്ഥ. ഈ ചെറിയ മക്കൾ കിടക്കുന്ന പോലെ നാട്ടത്തി കിടക്കുക എന്ന് പറഞ്ഞാൽ ഇവിടൊക്കെ മലപ്പുറം ജില്ലയിൽ നിങ്ങൾ എന്താണ് പറയുന്നത് എനിക്ക് അറിയൂല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലായിരുന്നു ആൾ കിടന്നിരുന്നത്. അപ്പൊ ഈ പ്രൊഡക്റ്റ് കൊടുത്തിയില്ല. ഫില്ലോപ്പേഡ് കൊണ്ടുപോയിട്ട് അവരെ കുറച്ചു നേരം ഇതിൽ കിടന്ന് നോക്ക്. പ്രൊഡക്റ്റിന്റെ കാര്യം അവരുടെ അടുത്ത് 2 വർഷം മുന്നേ പറയുന്നുണ്ട്. പക്ഷെ അവര് വാങ്ങാൻ കൂട്ടാക്കില്ല. അനിയന്റെ മകൻ ഡോക്ടറാണ്. അവൻ പറഞ്ഞു ഇതെല്ലാം വെറും തട്ടിപ്പാണ്, നിങ്ങൾ അതൊന്നും കേട്ട് വിശ്വസിച്ച് ഇതിന്റെ പിന്നാലെ പോവരുത് എന്ന് പറഞ്ഞ് അവരെ പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇതിൽ ഇനി മക്കള് പറഞ്ഞത് കേൾക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അവര് പ്രൊഡക്റ്റ് വാങ്ങിയില്ല. ഇപ്പൊ ഈ പില്ലോപ്പേഡ് കൊടുത്ത് അത് കുറച്ചു നേരം വെച്ച് ഒരു 20 മിനിറ്റ് ആയപ്പോ അവർക്ക് വേദന പൂർണ്ണമായിട്ടും മാറാൻ ആ ഒരു സന്ദർഭത്തിൽ അവസരം കിട്ടി. ദൈവം അനുഗ്രഹിച്ചതോ എന്തോ അറിഞ്ഞൂടാ. പക്ഷെ പിന്നീട് അവർക്ക് അന്ന് ആ ഫില്ലോപ്പേഡ് തിരിച്ചു തന്നില്ല. അവര് പറഞ്ഞത് പ്രൊഡക്റ്റ് തരുന്നത് വരെ ഈ ഫില്ലോപ്പ് എനിക്ക് വേണം. അതുപോലെ തന്നെ അവരെന്ത് ചെയ്യുന്ന ഒരു പൊട്ടണ ബോട്ടിൽ കൊണ്ടുവന്ന് തന്നിട്ട് ഇതിൽ നിന്ന് വെള്ളം കൊണ്ടുപോവുക. വെള്ളം കൊണ്ടുപോയി അവര് കുടിക്കുക. അവർക്ക് അത്രക്കും അതിലൊരു വിശ്വാസം വന്നു. ഏതായാലും എനിക്ക് ഈ പ്രൊഡക്റ്റ് നാളെ തന്നെ, ഞാൻ പറഞ്ഞ് നാളെ ഇത് തൊട്ട് നക്കാൻ കിട്ടുന്ന സാധനമല്ല, ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 15 ദിവസം ആവും. എങ്കിലും ആരുടെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് എത്തിച്ചു തരാം. ഇത് നമുക്ക് നല്ലൊരു വാല്യൂ ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. വേഗം ഓടിച്ചെന്ന് വാങ്ങിയെടുക്കാൻ, ഇത് കടയിലൊന്നും കിട്ടുന്ന സാധനമല്ല എന്നൊക്കെ പറഞ്ഞപ്പോ അവര് കുറെ ഒരു വിഷമത്തോടെ നോക്കി. എങ്കിലും 15 ദിവസം ടൈം കൊടുത്തു അവർക്ക്. കാരണം അത്രയും 2 വർഷം ഞങ്ങളെട്ട് ചുരുപ്പാക്കിയതല്ലേ. അപ്പൊ അതുകൊണ്ട് അത്രയും നീട്ടി കൊടുത്ത് ലാസ്റ്റ് ആ പ്രൊഡക്റ്റ് അവര് വാങ്ങി. ഇപ്പൊ നല്ല അവർക്ക് ദിവസം റിസൾട്ട് പറയാനേ സമയമുള്ളൂ. ഓക്കെ, കാരണം നമ്മളെ ബയോട്ടോറിയം അത് അടിപൊളിയാണ് അല്ലേ. നമ്മള് എത്ര ആരെന്നതിനെ എതിർത്ത് പറഞ്ഞാലും ബയോട്ടോറിയത്തിന് മറികടക്കാൻ ഇന്നും ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവില്ല ലോകത്തിൽ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ മാഡം, താങ്ക് യു. താങ്ക് യു. ഒരു കോള് കയറിയുന്നായിരുന്നു. താങ്ക് യു ഫാത്തിമ മാഡം. വളരെ അമേസിംഗ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ആണ് മാഡം പറഞ്ഞത്. എനിക്കും അതുപോലെ തന്നെ എന്റെ മകൾക്കും അതെ. കഴിഞ്ഞ ദിവസം മീറ്റിംഗില് സരിത മാഡം വന്ന് മകളുടെ മുടി തൊട്ട് നോക്കുന്നുണ്ടായിരുന്നു. കാരണം അത്രയ്ക്കും അലർജിയുടെ പ്രശ്നം വന്ന മകളുടെ മുടി നിറച്ച് മുടിയുണ്ടായിരുന്നു, കഴുത്തിന് മുകളിൽ വെട്ടിയിട്ട്. പക്ഷെ ഒറ്റ ദിവസം പറ്റി, 2ാമത്തെ ദിവസം പാട് പോലെ എവിടെയാന്ന് പോലും അറിയില്ല. അപ്പൊ അത്രയ്ക്കും നമുക്ക് പറയാതിരിക്കാൻ വയ്യ. അത്രയ്ക്കും ദൈവസ്പർശമായ ബിസിനസ് പ്രൊഡക്റ്റ് ആണ് നമ്മുടെ കൈക്കുള്ളില്. അതില് നമുക്ക് ആർക്കും ഒരു ഇത് പറയാൻ പറ്റില്ല. അപ്പൊ അത്രയ്ക്കും നല്ല ഒരു അമേസിംഗ് റിസൾട്ട് ആണ് മാഡം പറഞ്ഞത്. താങ്ക് യു സോ മച്ച് മാഡം. സമയം മുമ്പോട്ട് പോകുന്നു. ഓരോരുത്തരായിട്ട് വേഗം പറഞ്ഞോളൂ. ഗുഡ് ഈവനിങ് മാഡം. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് മാഡം. ഞാൻ ആലപ്പുഴയിൽ നിന്നാണ്. ആലപ്പുഴ കലവൂരിൽ നിന്നാണ് വിളിക്കുന്നത്. പേര് സുജാമോൾ. എൻ്റെ ലീഡർ യൂനസാർ ആണ്.
ഞാൻ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് ഈ പ്രോഡക്റ്റ് വാങ്ങിയത്. അമ്മയ്ക്ക് തൈറോയിഡിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. 20 തൈറോയിഡ് ഉണ്ടായിരുന്നത്. 150ന്റെ ഗുളികയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. ഈ പ്രോഡക്റ്റ് വാങ്ങി യൂസ് ചെയ്ത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 1.5-2 ആഴ്ച കഴിഞ്ഞതേ ഉള്ളൂ. അദ്ദേഹത്തിന് രണ്ടാമത് കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തപ്പോൾ 0.01 തൈറോയിഡ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ മുട്ട് മാറ്റിവെക്കുന്ന കാര്യം അമൃത ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 3.5 ലാക്കാണ് അവർ പറഞ്ഞിരുന്നത്. അപ്പൊ ഈ പ്രോഡക്റ്റ് മേടിച്ച് കൊടുത്തതിന് ശേഷം അദ്ദേഹം കുനിഞ്ഞു നിവർന്ന ഒരു സാധനം എടുക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല. കാരണം നടുവിന് കൂടെ ബെൽറ്റ് ഇട്ടിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം ഓടി നടന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ എൻ്റെ അച്ഛന് ഷുഗർ ഉള്ളതാണ്. 336 മിക്കപ്പോഴും ടെസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ളത്. ഇപ്പൊ ഈ പ്രോഡക്റ്റ് വാങ്ങി ഞങ്ങൾ യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം അച്ഛൻ ഇപ്പൊ RBS 130. അതേപോലെ തന്നെ BP ഉണ്ടായിരുന്നു. ഇപ്പൊ BP നോർമലായി. ഇപ്പം ഞങ്ങൾ ഫാമിലി ആയിട്ട് തന്നെ ഇത് ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട്. കാരണം എൻ്റെ ബ്രദറിന് മെക്കാനിക്കാണ്. ബ്രദറിന് നടുവിന് പ്രശ്നം ഉണ്ടായിരുന്നതാണ്. ഇപ്പൊ അദ്ദേഹത്തിന് ഞങ്ങളത് വാങ്ങി. എനിക്ക് തോന്നുന്നു ഒരു മാസം ആയിട്ടില്ല. അതിക്ക് മുന്നേ തന്നെ അദ്ദേഹത്തിന്റെ ആ നടുവേദന മാറി കിട്ടി. അപ്പൊ ഞങ്ങൾ ഫാമിലി മൊത്തമായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും അതിൽ സന്തോഷമുണ്ട്. ഓക്കെ, താങ്ക് യു. താങ്ക് യു സുജ മാം. ഗ്രൂപ്പിലായാലും കാണാം മാഡത്തിന്റെ ഫാമിലി മുഴുവൻ ഇതിന്റെ പ്രൊഡക്റ്റും യൂസ് ചെയ്ത് അതും കഴിഞ്ഞ ദിവസം ഓണത്തിന്റെ അന്നും മാഡത്തിന്റെ വേദിയിൽ എല്ലാവരും ഫാമിലിയോട് മൊത്തം കാണാൻ സാധിച്ചു. താങ്ക് യു സോ മച്ച് മാഡം. അമേസിംഗ് റിസൾട്ട് ആയിരുന്നു. താങ്ക് യു. താങ്ക് യു. ഓരോരുത്തരായിട്ട് പറയൂ. ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് ഖദീജ, പള്ളിപ്പുറം പട്ടാമ്പി. ഞാൻ റിസൾട്ട് പറയാറുണ്ട്. ഇപ്പോൾ ഉള്ള റിസൾട്ട് എന്നുള്ളത് ഹസ്ബൻഡ് വന്നിട്ടുണ്ട് ഗൾഫിൽ നിന്ന് 1 മാസം ലീവിന്. വന്ന് നോക്കുമ്പോൾ കാലിൻ്റെ മുളൊക്കെ വെരിക്കോസിന് നിറയെ ഞരമ്പ് എടുത്ത് പിടിച്ചും കൊണ്ടുള്ളായിരുന്നു. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് വെരിക്കോസാണ്, കാല് കണ്ടില്ല ഞരമ്പൊക്കെ കുറെ കഴിഞ്ഞാൽ കടച്ചിലും പൊരിച്ചിലൊക്കെ ഉണ്ടാവും. പക്ഷെ അവർക്ക് അതൊന്നും ഉണ്ടാവില്ല, കടച്ചൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ 1 ആഴ്ച കൊണ്ട് ഞാൻ അവിടെ വന്നതിന് ശേഷം രാത്രി ആകുമ്പോൾ കെട്ടുമ്പോൾ ടെസ്റ്റ് ബാൻഡ് കാലുമ്പോൾ കെട്ടിയിട്ട് കിടക്കാറുണ്ട്. ഇപ്പോൾ 4 ദിവസം കൊണ്ട് നല്ല റിസൾട്ടാണ്. അവർക്ക് നല്ല മാറ്റമുണ്ട് വെരിക്കോസിന്റെ. പിന്നെ ഞാനെന്ന് പറഞ്ഞാൽ രോഗം ഉണ്ടായിട്ട് വാങ്ങിയതല്ല. എല്ലാവരും പറയല്ലോ രോഗത്തിനുള്ളതല്ല എന്ന് പറയാറുണ്ട്. ഞാൻ വാങ്ങി ഉപയോഗിക്കാറുണ്ട്. ഹസ്ബൻഡ് വാങ്ങാറുണ്ട്, മക്കൾക്ക് വാങ്ങിക്കൊടുത്തപ്പോൾ എല്ലാവർക്കും കൊടുത്തൊക്കെ നല്ല റിസൾട്ടാണ്. പക്ഷെ ഗീതാമ്മ പറഞ്ഞമാതിരി തന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ട്, തലവേദന, പെട്ടെന്ന് വിയർപ്പ്, ഒരു തളർച്ച ഒക്കെ വരുമ്പോൾ നമ്മൾ ഇത് കെട്ടുമ്പോൾ നമുക്ക് നല്ല റിസൾട്ടാണ്. സൂപ്പറാണ്. ഓക്കെ, താങ്ക് യു മാഡം. ഗുഡ് ഈവനിങ് മാഡം. ഗുഡ് ഈവനിങ് സർ. മാഡം ഗുഡ് ഈവനിങ്. ഞാൻ എൻ്റെ കുറച്ച് റിസൾട്ട് ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും ആരും പറയുന്നത് കാണില്ല. അപ്പം അതുകൊണ്ടാണ് പിന്നെ പറയുന്നത്. അപ്പം ഞാൻ ഈ ബയോടെറപ്പി ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 1 വർഷം ആവണം. കഴിഞ്ഞ വർഷം നവംബർ 23 ഞാൻ ഈ പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ പ്രൊഡക്റ്റ് ഫസ്റ്റ് യൂസ് ചെയ്യാൻ തുടങ്ങിയതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബേസിക് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ മാത്രമാണ് യൂസ് ചെയ്തിരുന്നത്. റെസ്റ്റ് ബാൻഡ്, വാട്ടർ എനർജി പാഡ്, ഈ സാധനങ്ങൾ മാത്രമാണ് ഫസ്റ്റ് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മളെ ഒരാൾ കമ്പൽ ചെയ്തിട്ടാണ് ഈ പ്രൊഡക്റ്റ് എനിക്ക് തന്നത്. ഈ പ്രൊഡക്റ്റ് എന്താണോ ഇതിന്റെ കാര്യങ്ങൾ എന്താണോ എനിക്ക് അറിഞ്ഞിരുന്നില്ല. എനിക്ക് ആ സമയത്ത് അങ്ങനെ ഈ പ്രൊഡക്റ്റ് കിട്ടി. ആ സമയത്ത് വളരെയധികം വിഷമിച്ചിരുന്നതാണ്. ഞാൻ BP മരുന്ന് കഴിച്ചിരുന്നു. എനിക്ക് കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു, യൂറിക് ആസിഡ് ഉണ്ടായിരുന്നു, ക്രിയാറ്റിൻ ഉണ്ടായിരുന്നു. അതേമാതിരി മുട്ടുവേദന നല്ലോണം ഉണ്ടായിരുന്നു, നടക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് ഉണ്ടായിരുന്നത്. അതെല്ലാം പെട്ടെന്ന് വന്നിട്ടുള്ള ഒരു അസുഖമാണ്. കഴിഞ്ഞ വർഷത്തിൽ ഒരു ഏപ്രിൽ മാസത്തിലാണ് ഈ അസുഖങ്ങളെല്ലാം കൂടി ഒരുമിച്ച് വരുന്നത്. അങ്ങനെ വന്ന് ഈ പ്രൊഡക്റ്റ് കയ്യിൽ കിട്ടി. ഞാൻ നമ്മളിട്ട് നിർബന്ധിച്ച് തന്നതല്ലേ എന്ന് വിചാരിച്ചാൽ ഞാൻ പ്രൊഡക്റ്റ് വാങ്ങിച്ച് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് ഏകദേശം 1 മാസം കഴിഞ്ഞപ്പോഴേക്ക് തന്നെ എനിക്ക് എൻ്റെ മുട്ടുവേദന എല്ലാം നന്നായിട്ട് ഭേദാവാൻ തുടങ്ങി.
അസുഖങ്ങളിലെല്ലാം നല്ല മാറ്റങ്ങൾ വന്നു. ഏകദേശം ഒരു 4-5 മാസം ഞാൻ യൂസ് ചെയ്തപ്പോഴേക്കും ഞാൻ ഒരു 4 ടൈപ്പ് ഗുളികകൾ കഴിച്ചിരുന്നത് കംപ്ലീറ്റ് എനിക്ക് നിർത്താൻ പറ്റിയെന്നുള്ളതാണ്. അപ്പൊ എനിക്ക് അസുഖങ്ങൾ മാറിയ സമയത്താണ് ഞാൻ എൻ്റെ ഫാമിലിയിൽ എൻ്റെ സിസ്റ്റർക്ക് കൊടുത്തു, ഈ സാധനങ്ങൾ കൊടുത്തു. എന്താ വെച്ചാൽ ഞാൻ ഉപയോഗിച്ച് എനിക്ക് അതേമാതിരി മാറ്റങ്ങൾ വന്നുകൊണ്ടാണ് ഞാൻ റെക്കമെൻഡ് ചെയ്തത്. അവർക്ക് നല്ല സുഖം കിട്ടി. ഡയബറ്റിക് ആയിട്ടുള്ള കുറെ ആളുകൾക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പ്രൊഡക്റ്റിൽ നിന്ന് ഗുണം കിട്ടി. നമ്മുടെ സൂമിൽ കയറുമ്പോൾ നമുക്ക് ഇതിന്റെ ബെനിഫിറ്റ്സ് ഒക്കെ മനസ്സിലാവുന്നു. അപ്പൊ അതിനുശേഷം ഞാൻ ഡയബറ്റിക് ആയിട്ടുള്ള കണ്ടുവന്ന ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ജോയിന്റ് പെയിൻ ഉള്ള വ്യക്തികൾക്ക് കൊടുത്തിട്ടുണ്ട്, അവർക്കെല്ലാം മാറ്റം വന്നിട്ടുണ്ട്. അതിനെല്ലാം നമ്മുടെ പ്രീമിയം പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലാണ് ഇതിന്റെ കംപ്ലീറ്റ് കറക്റ്റ് ആയിട്ടുള്ള ബെനിഫിറ്റ്സ് കിട്ടുള്ളൂ എന്നുള്ളത് ആണ് പ്രത്യേകം എല്ലാവർക്കും പറയാനുള്ളത്. ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ച് നമ്മളിപ്പോൾ 8400 പ്രൊഡക്റ്റിനെക്കാളും ഈ ജോയിന്റ് പെയിൻ എല്ലാം ഉള്ള ആളുകൾ, അതേമാതിരി കൊളസ്ട്രോൾ ഉള്ള വ്യക്തികൾ, യൂറിക് ആസിഡ് ഉള്ള വ്യക്തികൾ, എല്ലാ ആൾക്കാരും വാങ്ങിക്കേണ്ടത് പ്രീമിയം പ്രൊഡക്ട്സ് ആണ്. പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത് വെച്ചാൽ, ഞാൻ സൂമിൽ കയറിയതിന് റീസൺ ഉണ്ട്. എന്താ വെച്ചാൽ എൻ്റെ ഒരു നെയ്ബർ നമ്മുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന ഒരു ഫാമിലിയിലുള്ള ആൾ തന്നെയാണ്. അവര് പക്ഷേ ഈ നമ്മുടെ ഒരു റിസ്റ്റ് ബാൻഡ് മാത്രമേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ നിർബന്ധിച്ച് പറയാറില്ല നമ്മുടെ പ്രൊഡക്റ്റ് കംപ്ലീറ്റ് വാങ്ങിച്ച് യൂസ് ചെയ്യണമെന്ന് പറയാറില്ല. എന്താണെന്ന് സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആള് ഓൾറെഡി നടക്കും, എല്ലാ സ്ഥലത്തും പോകുന്ന വ്യക്തിയാണ്. ഏകദേശം ഒരു 65 to 70 ഇയേഴ്സ് എന്തായാലും ഉണ്ട്. ആ ആള് ഇന്ന് എന്താ സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പുള്ളിക്ക് വേറെ ഒരു പ്രശ്നമില്ല. ഇന്ന് വെറുതെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോയതാണ്. ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടെ ഡോക്ടർ പറഞ്ഞു ECG എടുക്കാൻ പറഞ്ഞു. ECG എടുത്തപ്പോൾ ECGയിൽ വേരിയേഷൻ ഉണ്ട്, നിങ്ങൾ പെട്ടെന്ന് പോയിട്ട് എക്കോ ചെയ്യണം എന്ന് പറഞ്ഞു. എക്കോ ചെയ്യണം പറഞ്ഞ് വേറൊരു ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്ത് ആ ഹോസ്പിറ്റലിൽ അവിടെ പോയതും അവർ പറഞ്ഞു എൻജിയോഗ്രാം ചെയ്യണം പറഞ്ഞു. എക്കോയോട് ചെയ്യണതിന് മുന്നേ അവർ പറഞ്ഞു എൻജിയോഗ്രാം ചെയ്യണം പറഞ്ഞ് എൻജിയോഗ്രാം ചെയ്യിപ്പിച്ചു. നിങ്ങൾക്ക് 3 ബ്ലോക്ക് ഉണ്ട്, അതുകൊണ്ട് എൻജിയോപ്ലാസ്റ്റി ഇപ്പൊ തന്നെ ചെയ്യണം പറഞ്ഞു. ഒരു 1.5 മണിക്ക് ഹോസ്പിറ്റലിൽ എത്തി. അവരെ 2:30-3 മണിയാകുമ്പോഴേക്കും അവര് എൻജിയോഗ്രാം ചെയ്ത് എൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ വേണ്ടി അകത്ത് കയറ്റി. അവരെ പുറത്തേക്കൊന്നും വരാനും കൂടി പറ്റില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എഡ്യൂക്കേഷൻ ഇല്ല. വളരെ പാവപ്പെട്ടവർ പറഞ്ഞാൽ വളരെ പാവപ്പെട്ടവരാണ്. അവരുടെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ ഈ ഗവൺമെന്റിന്റെ ഈ പെൻഷൻ കിട്ടുന്ന 1600 രൂപയല്ലാതെ അവരൊരു മോള് വേറൊരു ഹോസ്പിറ്റലിൽ ചെറുതായിട്ടൊരു ജോലിക്ക് പോകുന്നുണ്ട്. അതല്ലാതെ അവരുടെ വീട്ടിൽ ഒരു വരുമാനവും ഇല്ല. അപ്പൊ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നോളജ് ഇല്ല എന്നുള്ള ഒരു കാര്യം, അവർക്ക് ക്ലിയർ ആയിട്ട് ഇതിന്റെ കാര്യങ്ങളൊന്നും അറിയില്ല. അവരെ അപ്പോൾ തന്നെ അവരെ പേടിപ്പിച്ച് നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഈ ആള് രക്ഷപ്പെടാനുള്ള ചാൻസ് ഇല്ല എന്ന് പറഞ്ഞ് പേടിപ്പിച്ച് അവരെ എൻജിയോഗ്രാം ചെയ്യാൻ കയറ്റി. 1,70,000 രൂപയാണ് അത്ര അവര് പറഞ്ഞിട്ടുള്ളത്. അവര് ഗോൾഡ് എവിടെ കൊണ്ടുപോയിട്ട് വെച്ചെന്നറിയില്ല. അവരുടെ പൈസ ഇല്ല. അവര് ഗോൾഡ് കൊണ്ടുപോയിട്ട് വിൽക്കുകയാണോ ചെയ്ത് പണയം വെക്കുകയോ ചെയ്ത് എന്താ ചെയ്തെന്ന് അറിയില്ല. അപ്പോ അത്രയും പാവപ്പെട്ട വ്യക്തികളെ ഈ ചൂഷണം ചെയ്യുന്ന ഹോസ്പിറ്റൽസ് നിറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടി നമ്മുടെ ഫാമിലിയിലും നമ്മുടെ റിലേറ്റീവ്സ്, അതേമാതിരി നമ്മുടെ ഫ്രണ്ട്സ്, അതേമാതിരി നമ്മുടെ നെയ്ബേഴ്സ്, എല്ലാ ആളുകൾക്കും ഇതിന്റെ അവയർനെസ് കൊടുക്കണം എന്നാണ് പറയാനുള്ളത്. അവരെന്തോ കരുതിക്കോട്ടെ, അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്, നമ്മൾക്ക് ഇതിന്ന് ഗുണം കിട്ടിയ സ്ഥിതിക്ക് നമുക്കത് പറഞ്ഞു കൊടുക്കേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്വം നമുക്കുണ്ട്. അപ്പോ ഈ പാവപ്പെട്ടവർ എവിടെ നിന്നുണ്ടാക്കും ഇത്ര പൈസ? അവർക്ക് ഒരു പ്രശ്നമില്ല. ഈ പേഷ്യന്റ് പറഞ്ഞ ഈ ടെസ്റ്റുകളെല്ലാം ചെയ്തതിന് ശേഷം കൂടി ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ട് എന്ന് പറഞ്ഞത് നടന്നു പോണ വ്യക്തിയെ പിടിച്ചിട്ടാണ് അവർ എൻജിയോപ്ലാസ്റ്റി ചെയ്തത്. അവര് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് റിസ്ക് ബാൻഡ് മാത്രം കിട്ടുന്നുണ്ട്. അവർക്ക് വേറെ പ്രശ്നമില്ല. അവർക്ക് വേറെ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേറെ റീസൺ എന്തായിരിക്കും നമ്മൾ റിസ്റ്റ് ബാൻഡ് കെട്ടുന്നുണ്ട്. വാട്ടർ എനർജി പാഡ് യൂസ് ചെയ്യുകൊണ്ടാണ് അവർക്ക് വേറൊരു പ്രശ്നമില്ലാതെ ഞാൻ വിചാരിക്കുന്നത്. അവര് മാട്രസ് പാഡും ഇല്ല, ഒന്നുമില്ല. അവർക്ക് അസുഖമായിട്ടല്ല ഹോസ്പിറ്റലിൽ പോയത്. ജസ്റ്റ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോയ വ്യക്തിയെ പിടിച്ചിട്ടാണ് അവരിന്ന് ഈ എൻജിയോപ്ലാസ്റ്റി ചെയ്തെന്ന് ഞാൻ പറയുന്നത്. അപ്പൊ എന്താന്ന് വെച്ചാൽ ഹോസ്പിറ്റൽസിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ എല്ലാ പ്രൊഡക്ട്സും വാങ്ങിച്ച് നമ്മൾ യൂസ് ചെയ്യുക, നമ്മുടെ കുടുംബത്തിലും എല്ലാ ആൾക്കും റെക്കമെൻഡ് ചെയ്യാന്നാണ് നമുക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അവരുടെ പാവയാണ്, നമ്മൾ അവരുടെ അടിമകളായി മാറി. അവരെന്താ ചെയ്യുന്നത് ഡോക്ടേഴ്സിന്റെ അടുത്തോ ഹോസ്പിറ്റലിന്റെ അടുത്തോ നമുക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റില്ല, റിലേറ്റീവ്സിനും പറയാൻ പറ്റില്ല. നിങ്ങൾ കൊണ്ടുപോകുമ്പോഴേക്കും ആള് മരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യന്റ് എല്ലാവരും പേടിക്കും. അപ്പൊ അവര് മാക്സിമം ചൂഷണം ചെയ്യുകയാണ് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് എല്ലാ ആൾക്കാരും ഇതിൽ അറ്റൻഡ് ചെയ്യുന്ന വ്യക്തികൾ ആരൊക്കെ ഉണ്ടെങ്കിൽ അവരവരുടെ കുടുംബങ്ങളിലേക്കും അവരുടെ സ്വന്തത്തിലും അയൽവക്കത്തിലും എല്ലാ ആൾക്കാർക്കും
ആ ബോധവൽക്കരണം കൊടുക്കുക. ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിക്കാൻ നമുക്കൊരു സെലിബ്രേഷൻ വരുമ്പോൾ നമുക്ക് ഒരു 2 മാസം 3 മാസം ഉപയോഗിക്കാനുള്ള ഒരു ഡ്രസ്സ് വാങ്ങുന്ന പൈസയ്ക്ക് വേണ്ട ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചാൽ നമുക്ക് 25 കൊല്ലം തൊട്ട് 30 കൊല്ലം വരെ നമുക്ക് നമ്മുടെ കുടുംബത്തിന്റെ മൊത്തം ആരോഗ്യം സംരക്ഷിക്കുകയും ചെയ്യാം. നമ്മുടെ കുടുംബത്തിന്റെ അതേമാതിരി ഭദ്രത, ആരോഗ്യത്തിന്റെ ഇതും സുരക്ഷിതത്വം നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും. അപ്പൊ അത് എല്ലാവർക്കും ബോധവൽക്കരണം കൊടുക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഈ ബയോട്ടോറിയം. ഗുഡ് ഈവനിങ് മാം. ഞാൻ ഗോൾഡമല്ലാണ്. മാഡം കേൾക്കുന്നുണ്ടോ? കേൾക്കാം മാഡം, പറഞ്ഞു. എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യം എല്ലാവരായിട്ട് ഷെയർ ചെയ്യാനുള്ളത്, ഞാനും അഭിലാഷ് സാറും ശശിധര സാറും കൂടി ഇടുക്കിയിൽ ബെഡ് പേഷ്യന്റ് ആയിട്ടുള്ള ഒരു സാറിന് നമ്മുടെ പ്രൊഡക്റ്റ് കൊടുത്തിട്ട് ഏകദേശം ഒരു 15 ദിവസം ആയിട്ടേ ഉള്ളൂ. ഞങ്ങൾ ആ വീട്ടിൽ ചെല്ലുമ്പോൾ അദ്ദേഹം 1 സൈഡ് സ്ട്രോക്ക് വന്നിട്ടുള്ളതാണ്, സംസാരിക്കില്ല, ചുണ്ടൊക്കെ നനച്ചു കൊടുക്കുന്നതായിരുന്നു, മൂക്കിൽ കൂടി ട്യൂബ് ഇട്ടിട്ട വെള്ളമൊക്കെ കൊടുത്തോണ്ടിരുന്നത്. ഞങ്ങൾ ഈ പ്രൊഡക്റ്റ് കൊടുത്ത് ഞങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിന് ബെഡിൽ നിന്ന് മാറ്റി നമ്മളുടെ ബയോടെറിയത്തിന്റെ പ്രൊഡക്റ്റ് കെട്ടിക്കൊടുത്ത് അതിൽ കിടത്തിയത്. അന്ന് തന്നെ അവർക്ക് റിസൾട്ട് കിട്ടി, അദ്ദേഹത്തിന് നന്നായിട്ട് ഉറങ്ങാൻ പറ്റി. 2 ദിവസത്തിനുള്ളിൽ അദ്ദേഹത്തിന്റെ മുഖത്തൊക്കെ നല്ലൊരു ഐശ്വര്യം വന്നു. മുഖത്ത് കണ്ണിന്റെ താഴെയൊക്കെ കറുത്ത പാടുകളൊക്കെ നല്ലപോലെ ഉണ്ടായിരുന്നു, ഉറക്കമൊന്നും ശരിയാവാഞ്ഞിട്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ വൈഫ് പറഞ്ഞ് അദ്ദേഹത്തിന്റെ മുഖത്ത് ഇപ്പൊ ഒരു നല്ല മാറ്റമുണ്ട്, ഒരു സന്തോഷമുണ്ട് എന്ന് പറഞ്ഞു. ഇന്ന് അതിൽ നല്ലൊരു മെസ്സേജ് കിട്ടിയത്, ഞങ്ങൾ അന്ന് ചെന്നന്ന് അദ്ദേഹത്തിന്റെ ചുണ്ട് നനച്ചു കൊടുത്തോണ്ടിരുന്ന വായ തുറക്കാൻ പറ്റാത്തത് കൊണ്ട് ഇന്ന് അദ്ദേഹത്തിന് ഓറഞ്ചിന്റെ നീരും ചെറുനാരങ്ങ വെള്ളമൊക്കെ അവര് വായിൽ കൂടി ഒഴിച്ചു കൊടുക്കുമ്പോ കുറേശ്ശായിട്ട് അദ്ദേഹം അത് ഇറക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ഈ 15 ദിവസത്തിനുള്ളിൽ നമ്മളുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് 10,700ന്റെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് കിട്ടിയിട്ടുള്ളൊരു റിസൾട്ട് ആണെന്ന് എല്ലാവരോടും സന്തോഷത്തോടെ അറിയിക്കുന്നു. ഓക്കെ, താങ്ക് യു സാറേ. ഓക്കെ സൂപ്പർ. എല്ലാവരും ക്ഷമിക്കണം, MC ജസ്റ്റ് ഒന്ന് മാറിയിട്ടുണ്ട്. സിജി മേഡത്തിന് ജസ്റ്റ് ഒരു പ്രയാസം വന്നപ്പോൾ ഒന്ന് മാറി, അതുകൊണ്ട് ഞാൻ ഏറ്റെടുക്കുകയാണ്. എല്ലാവരും സഹകരിക്കുക. നമുക്ക് നമ്മുടെ മുന്നിലുള്ള റിസൾട്ടുകളും ഇത് തന്നെയാണ്. നമ്മൾ ഏതൊരാൾക്ക് കൊടുത്താലും പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്നത് കൊണ്ട് ഏതൊരാളും നമ്മളോട് നോ പറഞ്ഞാലും നമുക്ക് മാനസികമായിട്ട് ഒരു പ്രയാസം തോന്നാറില്ല. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ അറിവില്ലായ്മയെ നമ്മൾ ചിരിച്ച് തള്ളുന്നു. ഇതിന് സമയം കളയണ്ട, എത്രയും വേഗം അടുത്ത ആളുകൾ വന്ന റിസൾട്ട് പറഞ്ഞോളൂ. പ്ലീസ് വെൽക്കം. ഒരു കാര്യം പറഞ്ഞോട്ടെ. എന്റെ കാര്യം ഞാൻ പറഞ്ഞപ്പോ ഒരു കാര്യം പറയാൻ മറന്നുപോയി. എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കേട്ടോ. യൂറിൻ എല്ലാം ടെസ്റ്റ് ചെയ്തു, ഹാർട്ടിനെ ടെസ്റ്റ് ചെയ്തു, എനിക്ക് ഒരു കുഴപ്പവും ഇല്ല കേട്ടോ. അതൊന്ന് പറയാൻ വിട്ടുപോയി. അതൊരു സന്തോഷം. നമ്മുടെ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ഓരോ ദിവസം ചെല്ലുന്നവരും നമ്മുടെ ബോഡിയിൽ ഒരുപാട് ചേഞ്ചസ് തന്നുകൊണ്ടിരിക്കും. ഇപ്പൊ നമ്മുടെ ഡാനി സാറ് 4 വർഷമായില്ല പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നു. പുള്ളി പല നാളിലും പോയി ടെസ്റ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ടെസ്റ്റ് ചെയ്തപ്പോൾ എന്താ പറയാ, ഒരു മൈന്യൂട്ട് പ്രോബ്ലം പോലും പുള്ളിയുടെ ഓരോ ഓർഗനും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഷുഗർ വളരെ ഹെവി ആയിട്ട് ഹൈ ആയിട്ട് നിന്നൊരു വ്യക്തി അദ്ദേഹമൊക്കെ. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ എത്രത്തോളം നമ്മൾ ഇത് മുന്നോട്ട് ഉപയോഗിക്കുന്നു അത്രത്തോളം നമ്മുടെ ബോഡിയിൽ മാറ്റങ്ങൾ തന്നുകൊണ്ടിരിക്കും. പ്ലീസ് നെക്സ്റ്റ്. സാറേ നമസ്കാരം. യെസ് നമസ്കാരം. എന്റെ പേര് പുഷ്പരാജ്. ഞാന് കോഴിക്കോട്ടുകാരനാണ്. ബേസിക്കലി ഞാനൊരു ടൈലറാണ്. ഇപ്പൊ ഇവിടെയാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ പൊന്നാനിയിലാണ് ഞാൻ സെറ്റിൽ ചെയ്തേക്കുന്നത്. കുടുംബമൊക്കെ അവിടെയാണ്. അല്ല, ഞാനത് പ്രത്യേകം പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കോഴിക്കോട് എനിക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലമായതുകൊണ്ടാണ്, നമ്മളെ നാടായതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഞാന് പറയുന്നത് എന്റെ റിസൾട്ട് തന്നെയാണ്. അപ്പൊ ഞാൻ ഗൾഫില് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടുന്ന് ഞാൻ മുട്ടുവേദനയായിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അങ്ങനെ മുട്ടുവേദനയ്ക്കാണ് ഞാനിത് മേടിച്ചത്. പ്രൊഡക്റ്റ് മേടിച്ചു. ഞാനിപ്പോ ഷാജി സാറ്, നമ്മളെ ഗിരീഷ് ബാബു സാറില്ലേ, ആ സാറിന്റെയും നമ്മളെ ഷിൽജ മേഡം പിന്നെ പ്രീതി മേഡം അവരുടെ ടീമിലാണ് ഇപ്പൊ വർക്ക് ചെയ്യുന്നത് കേട്ടാ. ആദ്യം വേറെ ആയിരുന്നു, അതിപ്പോ ഇവിടെ പറയാലോ.
അപ്പൊ ഞാൻ മുട്ടുവേദനയ്ക്കും നമ്മള് നടുവേദന അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഇത് ഉപയോഗിച്ചത്. കാരണം അങ്ങനെ പറഞ്ഞിട്ടാണ് തന്നിട്ടുള്ളത്. അങ്ങനെ ഞാൻ ഉപയോഗിച്ച് നോക്കിയപ്പോഴത്തേക്കും എനിക്ക് അതിക്ക് മുമ്പേ, എനിക്ക് ഗൾഫിൽ പോണതിനൊക്കെ മുമ്പ് ഞാൻ നമ്മുടെ ഹെർണിയയുടെ ഒരു ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഓപ്പറേഷൻ ചെയ്ത് ഞാൻ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് എന്റെ മോള് അതിലൊന്ന് കൈകുത്തി വീണിട്ടുണ്ടായിരുന്നു, ഓപ്പറേഷൻ ചെയ്ത് ആ മുറിവിന്റെ അവിടെ. അപ്പൊ അത് ഞാൻ സാരാക്കിയില്ല, ഗൾഫിലൊക്കെ പോയി വന്ന് പിന്നെ നാട്ടിലെത്തിയിട്ട് പിന്നെ ഓരോ വെയിറ്റുള്ള ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ, ഭാരപ്പെട്ട ജോലികളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഇങ്ങനെ ഒരു കണക്ഷൻ പോകുന്ന മാതിരി ഇങ്ങനെ പിടിച്ചു വലിക്കുക, ഒരു വേദന, നല്ല വേദനകളായി. പിന്നെ വേദന കൂടി കൂടി വന്ന് അപ്പൊ ഞാന് ഡോക്ടറെ അടുത്ത് പോയി. നമ്മളെ എറണാകുളം ഹോസ്പിറ്റലിലായിരുന്നു, ലിസി ഹോസ്പിറ്റലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ലിസി ഹോസ്പിറ്റലിൽ അതേ ഡോക്ടർ തന്നെ ഉണ്ടായിരുന്നു. അങ്ങാരെ അടുത്ത് ചെന്നിട്ട് വിവരങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ പറഞ്ഞ് നെറ്റ് ഇടും, ഇത് എറണിയുടെ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അത് പണ്ടത്തെ പോലെ തുന്നിക്കെട്ടൊന്നുമല്ലല്ലോ, നെറ്റ് അല്ല, നെറ്റ് ഇടൽ തന്നെ ആയിരിക്കും ആദ്യം, എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ, അത് പറയുന്നില്ല. നെറ്റ് ചുരുങ്ങിപ്പോയതാണെന്ന് പറഞ്ഞു പരിശോധിച്ചപ്പോൾ. അത് നമുക്ക് നിവർത്തണം, അതിന് രണ്ടാമത് ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായി. അങ്ങനെ ഓപ്പറേഷൻ ചെയ്യാനെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കാശൊന്നും ഇല്ല, എന്നാലും 10-50,000 രൂപ ആവും, ഏകദേശം 40 മേലോട്ട് 50 ഉള്ളിൽ ആവും. അങ്ങനെ ഞാൻ അത് പിന്നെ ചെയ്യാം, ഭാരമുള്ള പണിയൊന്നും എടുക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ സാധനം മുട്ടുവേദനയ്ക്ക് ഞാൻ ഉപയോഗിച്ച് നമ്മളെ പേടും അതിൽ കിടക്കുകയും എല്ലാം കൂടെ ചെയ്തപ്പോഴത്തേക്കും ഇതിനൊരു വ്യത്യാസം പോലെ ആയി. ഇതാണ് എനിക്ക് ആദ്യം മാറി. മുട്ടുവേദന മാറുന്നേക്കാൾ മുമ്പേ എനിക്ക് ഈ ഒരു വേദന അങ്ങനെ അനുഭവപ്പെടുന്നില്ല. ഭാരപ്പെട്ട വീട്ടിലെ പണികൾ ചിലതൊക്കെ ഞാൻ ചെയ്യുവേ, അങ്ങനെ ആ വിറക് അങ്ങോട്ട് എടുത്തേക്കൊക്കെ ചെയ്യും. അപ്പൊ എനിക്ക് ആ വേദനകൾ അനുഭവപ്പെട്ടില്ല. അങ്ങനെ ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ പിന്നെ പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ, വേദന മാറിയല്ലോ എന്ന് കരുതിയിട്ട് ഡോക്ടറെ അടുത്ത് വീണ്ടും പോയി. അവിടെ പോകുന്ന വഴിക്ക് പോയതാണ്, എന്റെ കൂട്ടുകാരൊക്കെ ഉണ്ട്. ഞാൻ എറണാകുളത്തായിരുന്നു കുറച്ച് മുമ്പേ, ഒരു 10-12 വർഷം അവിടെ ആയിരുന്നു. അങ്ങനെ ഡോക്ടർ പറഞ്ഞ് ഈ നെറ്റ് ചുരുങ്ങിയത് നിവർന്നിട്ടുണ്ട്, സ്പ്രെഡ് ആയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇപ്പൊ വേദന ഒന്നും ഇല്ലാത്തത് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്റെ സാറിന്റെ അടുത്ത് വന്ന് ചോദിച്ചു, ഇതിന്റെ കാര്യമൊക്കെയാണ് ഡോക്ടർ പറഞ്ഞതെന്ന് പറഞ്ഞപ്പോ, ഈ വെള്ളം കുടിച്ചപ്പോഴത്തേക്കും ബ്ലഡ് സർക്കുലേഷനും ഓക്സിജന്റെ അളവും കറക്റ്റ് ആയപ്പോഴത്തേക്കും അത് ശരിയായിട്ടുണ്ടാവും എന്ന് സാറും പറഞ്ഞു. അങ്ങനെ എനിക്ക് അത്രയും വലിയൊരു റിസൾട്ട് ആണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഒരുപാട് റിസൾട്ടുകളൊക്കെ നമ്മുടെ വീട്ടിന്റെ അടുത്തും എന്റെ കൂട്ടുകാർക്കൊക്കെ ഉണ്ട്, അതൊന്നും ഞാൻ പറയില്ല, എന്റെ ഇത് മാത്രമേ ഇനി പറയണുള്ളൂ കേട്ടാ. ഓക്കെ, താങ്ക് യു സാർ. സൂപ്പർ. നെക്സ്റ്റ് 9-10 ആയിട്ടുണ്ട്. ഒരു 1-2 പേരോട് വന്ന് കാര്യങ്ങൾ പറയുക, നമുക്ക് തീർക്കണം. നേരം വിളിക്കുന്നവരെ ഇരുന്നാലും മടുപ്പില്ലാത്തവരാണ് ഈ ബാറ്റർ ഫാമിലി. ഉറക്കമൊഴിച്ച് ശപ്പാടൊന്നും വേണ്ടാതെ ഇരുന്ന് റിസൾട്ട് പറയാൻ താല്പര്യമുള്ളവരാണ്. കാരണം അത്രമാത്രം റിസൾട്ടുകളാണ് സ്വന്തത്തിനും കൊടുത്ത വ്യക്തികൾക്കും. അതായത് ഓരോരുത്തരും രാത്രി കിടക്കുമ്പോൾ ഒരുപാട് പ്രാർത്ഥനകൾ തരുന്ന ഓരോ വ്യക്തികളാണ് നമ്മൾ ഈ ബാറ്റർ ഫാമിലീസ്. അതുകൊണ്ട് തന്നെ ഇടമുറിയാത്ത വാക്കുകൾ സംസാരിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കും. 2 പേർ കൂടി നമുക്ക് അവസരം തരാം, പ്ലീസ്. ഹലോ ഹലോ. ഹലോ ഹലോ പിന്നെ എനിക്ക് ഞാൻ പ്രൊഡക്റ്റ് കിട്ടിയതിന് ശേഷം കാലും മുട്ടൊക്കെ വേദനയായിരുന്നു. ആ വേദനയൊക്കെ കുറെ സമാധാനമായി. പിന്നെ ഞാൻ പഴനിമല കയറാൻ പോയപ്പോ കയറാനൊന്നും പറ്റിയിരുന്നില്ല. അപ്പൊ വണ്ടിയിലൊക്കെ നമ്മള് ട്രെയിനിൽ പോവുമായിരുന്നു, കയറാൻ പറ്റാതെ. പിന്നെ ഇപ്രാവശ്യം ഞാൻ 3 പ്രാവശ്യം പോയപ്പോഴും ഞാൻ കയറിയില്ല. ഇപ്രാവശ്യം ഞാൻ കയറി, എല്ലാ സ്റ്റെപ്പും നന്നായിട്ട് കയറി ഇറങ്ങി, നന്നായിരുന്നു. ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. കാലിന്റെ മുട്ടൊക്കെ നീര് വന്നിട്ട് ഭയങ്കര വേദനയായിരുന്നു. ഇപ്പൊ അതൊക്കെ കുറഞ്ഞു, കുഴപ്പമൊന്നുമില്ല. പറയുന്നത് പിന്നെ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു, എല്ലാം കൊണ്ടും പ്രശ്നങ്ങളായിരുന്നു. ഇപ്പൊ യാതൊരു കുഴപ്പമില്ല. ഇപ്പൊ ഒരു പ്രശ്നം, കയ്യിലെ ഇതില് ബ്ലഡ് ശരിക്കും ഇതിന് ഓടുന്നില്ല. ഈ ഒരു വിരലില് മടങ്ങാൻ ഭയങ്കര പ്രയാസം. അതെന്ത് ചെയ്തിട്ടും മാറണം കാണാനില്ല. അപ്പൊ ഡോക്ടർ ഇവിടെ കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു അത് ഒന്ന് ഇതാവേണ്ടി വരും പറഞ്ഞു, ഒരു ഓപ്പറേഷൻ അവിടെ നടത്തേണ്ടി വരും പറഞ്ഞു. പിന്നെ ഇതേവരെ ചെയ്തിട്ടില്ല, ചെയ്യണം എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. 1.5 കൊല്ലമായി ഞങ്ങൾ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. പിന്നെ ഇതിലെ മരുന്നൊക്കെ വാങ്ങി കഴിക്കുന്നുണ്ട്.
ഇപ്പൊ കുഴപ്പം ഒന്നുമില്ല, നല്ല സന്തോഷായിട്ട് പോണു. അതാണ് ഇത്. ഓക്കെ ഓക്കെ അടിപൊളി. അൾട്രാ നമ്മളെല്ലാവരും പറയൂ അൾട്രാ സാർ. ബെറി ജ്യൂസ് 5 വാങ്ങി. ബ്ലഡ് കുറവായിരുന്നു, ആ BP കുറവായിരുന്നു, അതെല്ലാം ഇപ്പൊ ക്ലിയർ ആയി. ഓക്കെ അൾട്രാ ഓക്കെ. ബെറി കഴിച്ചു. അത്രയ്ക്കും മോർ പവർഫുൾ. മോർ പവർ കൂടി സജസ്റ്റ് ചെയ്തോളൂ. ഇനി ഇത് കഴിയട്ടെ, ഇത് 3 കഴിഞ്ഞിട്ട് മോർ പവർ ഓർഡർ കൂടി. കൊടുക്കുന്നു. അപ്പൊ അത് ആ ഓർഗൻ എനിക്ക് കൂടി കറക്റ്റ് ആക്കി കിട്ടും. ഒരു പക്ഷേ എങ്കിൽ ആ ഓപ്പറേഷൻ ആ നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ സാധിക്കുക. ഒരു പക്ഷേ പിന്നെ എങ്കിൽ 2 ചെവിക്ക് ഓപ്പറേഷൻ ചെയ്തായിരുന്നു. എപ്പോഴും തുമ്പിയും കൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പൊ അതൊക്കെ ആ ക്ലിയർ ആയി, ഒരു കുഴപ്പമില്ല, നല്ല ഉഷാറാ. പിന്നെ ഓക്കെ എനിക്ക് BP ഷുഗർ ഒക്കെ ഉണ്ടായിരുന്നു. അതിനൊന്ന് 500ന്റെ ഗുളിക കഴിച്ചിരുന്നതാണ്. അതൊക്കെ മാറി. ഞാനും അൾട്രാബെറി കഴിക്കുന്നുണ്ട്. നല്ല പവർഫുൾ ആയിട്ട് നല്ല രീതിയിൽ പോകുന്നുണ്ട്. അടിപൊളി അടിപൊളി. ഓക്കെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഭയോട്ടോടെ നെഞ്ചിലേക്ക് നടക്കും ഞങ്ങള്. ഓക്കെ ഓക്കെ. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. അടുത്ത ആള് സമയം കളയണ്ട. ഹലോ, 9:15 ആയിട്ടുണ്ട്. യെസ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജോർജ് പയ്യാവൂർ. കേൾക്കുന്നുണ്ടോ? കേൾക്കാം കേൾക്കുന്നുണ്ടോ? സാറേ കേൾക്കാം. പറഞ്ഞോളൂ പറഞ്ഞോളൂ കേൾക്കാം. ഞാന് എന്റെ വൈഫിന് ഒരു 1.5 മാസം മുമ്പ് കാഴ്ച പെട്ടെന്ന് അങ്ങ് മങ്ങിപ്പോയി. അപ്പൊ നമ്മുടെ അവളുടെ സുഹൃത്ത് വന്നിട്ട് പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. ആ അവസ്ഥയിലായിരുന്നു. പിന്നെ എന്റെ വീടും എന്റെ കിണറും തമ്മിൽ 150 മീറ്റർ വ്യത്യാസമുണ്ട്. അപ്പൊ ഇളക്കി അവിടെ വെള്ളം അടിക്കാൻ പോകുമ്പോൾ തിരിച്ചു വരുമ്പോ ഇത് പറഞ്ഞു, ഞാൻ വളരെ വിഷമിച്ചാണ് വരുന്നത്, എനിക്ക് വഴികളൊന്നും ശരിയായി വ്യക്തമായി കാണുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്ന് ഡോക്ടർ ചെക്ക് ചെയ്ത് പറഞ്ഞ് പ്രത്യക്ഷത്തിൽ വലിയ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞ് ഞങ്ങളോട് തിരിച്ചു വന്നു. ഈ മാഗ്നറ്റൈസ്ഡ് വാട്ടർ ദിവസം 3 നേരം കണ്ണിലൊഴിച്ച് അവർ പറഞ്ഞ 2 ആഴ്ച കഴിഞ്ഞ് നമുക്ക് നോക്കാന്ന് പറഞ്ഞത്. 2 ആഴ്ച ആകുമ്പോഴേക്ക് ആദ്യം ഉണ്ടായിരുന്ന കാഴ്ചയേക്കാൾ പൂർവാധി ശക്തിയോടെ കാഴ്ച തിരിച്ചു വന്നു. ഇപ്പൊ TV-യിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ അക്ഷരം പോലും കണ്ണട വെക്കാണ്ട് ഇപ്പൊ കാണും. ഇത് അറിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ കണ്ണട ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ TV-യിൽ ചെറിയ എഴുത്തൊന്നും എനിക്ക് കാണില്ലായിരുന്നു. ഞാനും ദിവസം 1 പ്രാവശ്യം കുഴിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്കും കാഴ്ചയ്ക്ക് മാറ്റം വന്നു. അത്യാവശ്യം ചെറിയ അക്ഷരങ്ങളൊക്കെ എനിക്കും കാണാൻ തുടങ്ങി TV-യിലുള്ള കണ്ണട കൂടാതെ തന്നെ. പിന്നെ ഞാൻ മോർ പവർ ഉപയോഗിച്ചു. നല്ല റിസൾട്ടാണ് എനിക്കുണ്ടായി മോർ പവർ ഉപയോഗിച്ചിട്ട്. അങ്ങനത്തെ നല്ല റിസൾട്ടുകൾ നമുക്കുണ്ടായി. ഓക്കെ, ഓക്കെ താങ്ക് യു ഓക്കെ വെരി മച്ച്. ഓക്കെ 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 താങ്ക് യു സാർ. നമുക്ക് എല്ലാവർക്കും ഇതിൽ തന്നെയാണ് റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും 9:15 കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് പ്രോഗ്രാം ഇന്ന് വൈൻഡപ്പ് ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ ഒരു കണക്കുകൾ. കാരണം 8 മണിക്ക് തുടങ്ങിയതാണ് നമ്മളെല്ലാവരും. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ നേരം വിളിക്കുന്നത് വരെ ഇരുന്നാലും മടുപ്പില്ലാത്തവരാണ് ഈ പാറ്റേൺ ഫാമിലി. എന്നാൽ പോലും ആർക്കെങ്കിലും ഒരാൾക്ക് കൂടി ഞാൻ ഒരു അവസരം തരാം. ഒരാൾക്ക് കൂടി. ഹലോ, നമസ്കാരം. യെസ് നമസ്കാരം. ഞാൻ കോഴിക്കോട് നിന്നാണ്. സുരജാണ് പേര്. അപ്പോ ഹസ്ബൻഡിന് ഷുഗറിന് വേണ്ടിയിട്ടായിരുന്നു വാങ്ങിയത്. കാല് തരിപ്പും അങ്ങനെ കുറെ ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ പ്രൊഡക്റ്റ് വാങ്ങിയത്. ആദ്യം പറഞ്ഞപ്പം കുറെ പിന്നെ വാങ്ങാന് ഹോസ്പിറ്റലൊക്കെ ഇന്നത്തെ കാലത്ത് കുറെ ഹോസ്പിറ്റലുകൾ ഉള്ള കാലത്ത് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് കേട്ടപ്പോൾ ആദ്യം ഞങ്ങളും അത് ധിക്കരിക്കുകയാണ് ചെയ്തത്. പിന്നെ ഞങ്ങൾ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചു, റിസൾട്ട് കിട്ടി. ഹസ്ബൻഡിന്റെ വാങ്ങിയ ഇതിലൂടെ എനിക്ക് റിസൾട്ട്. എനിക്ക് അലർജി, മൈഗ്രെയിന്, പിന്നെ ബാലൻസ് പ്രശ്നം, ഇയർ ബാലൻസിന്റെ പ്രശ്നം, കൈ തരിപ്പ്, അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിലൂടെ എനിക്കും റിസൾട്ട് കിട്ടി. പിന്നെ ഒരുപാട് പേർക്ക് കൊടുക്കാൻ കഴിഞ്ഞു ഇതിലൂടെ. കസിൻസ് ആയാലും കൊടുത്ത് അവർക്ക് ക്രിയാറ്റിൻ കൂടി ഒരാൾക്ക് കൊടുത്തിട്ട് അവർക്ക് ഇപ്പോൾ ക്രിയാറ്റിൻ നോർമലായി. കഴിഞ്ഞ നവംബറിൽ ഇപ്പോൾ അവര് മാസം ചെക്കപ്പ് നടത്തിയിരുന്ന ആളായിരുന്നു. ഇപ്പൊ അവര് ഡോക്ടർ പറഞ്ഞു ഇനി മാസം ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല, 3 മാസം കൂടുമ്പോൾ ഒരിക്കൽ വന്നാൽ മതി എന്ന് പറഞ്ഞവർക്ക്. ഇപ്പൊ ഈ ലാസ്റ്റ് ഇപ്പൊ ഞങ്ങൾ ഒരു ക്രിയാറ്റിൻ കൂടിയിട്ട് കിഡ്നി മാറ്റി വെക്ക, ഒരു പേഷ്യന്റിന് കിഡ്നി മാറ്റി വെക്കണം എന്ന് അവര് ഹോസ്പിറ്റലിൽ പോയപ്പോ ഡോക്ടർ പറഞ്ഞത് അടുത്ത മാസം വരുമ്പോ അവര് അമ്മേനെ കൂട്ടി വരണം, കിഡ്നി മാച്ച് ആവുണ്ടോ നോക്കണം എന്ന് പറഞ്ഞിട്ട് ആണ്. അപ്പൊ ഞങ്ങള് ഇതിന്റെ കുറച്ച് ദിവസം മുന്നേ അവരെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു അപ്പൊ അവര് പാവപ്പെട്ട കുടുംബാണ്. അവര് ഈ ഇതില്ലേ തേപ്പ് പണിക്ക് പോണ ആളാ. അപ്പൊ ഇങ്ങനെ സാമ്പത്തികമൊക്കെ ഭയങ്കര, ഹസ്ബൻഡിന്റെ ഫ്രണ്ടാണ്. പിന്നെ അപ്പൊ പറഞ്ഞപ്പോ പൈസേന്റെ ഇത് പറഞ്ഞപ്പോ അവർക്ക് ബുദ്ധിമുട്ട്. അപ്പൊ ഞങ്ങള് പറഞ്ഞു പൈസ നമ്മള് ഹോസ്പിറ്റലിൽ പോയിട്ട് ഇപ്പൊ പിന്നെ പെട്ടെന്നൊരു ഇത് പറഞ്ഞാല് നമ്മളെന്തായാലും എങ്ങനെ ഒരു പൈസ എന്തെങ്കിലും ചെയ്തിട്ട് ഇവർക്ക് വാങ്ങിക്കൊടുക്കുക. അവര് അത്രയും ചെറിയ പ്രായമുള്ള
പെണ്ണാണ്. പക്ഷെ അവർക്ക് ഈ അസുഖം വന്നിട്ട് കുറേ പ്രശ്നമുണ്ട്. ഷുഗർ, പ്രഷർ, പിന്നെ ബാലൻസിന്റെ, മൈഗ്രെയിന്, പിന്നെ കിഡ്നീന്റെ പ്രശ്നം, ക്രിയാറ്റിൻ കൂടുതലായിട്ട്, ഇതെല്ലാം ഇങ്ങനെ കുറേ പ്രശ്നം. അപ്പൊ അവര് ഭയങ്കര ക്ഷീണിച്ച് എണീറ്റ് നിൽക്കാൻ പോലും വയ്യാത്ത അവസ്ഥയാണ്. ലാസ്റ്റ് ഞങ്ങൾ പറഞ്ഞു അവരൊരു മാസം വരെ പൈസ ഉണ്ടാക്കട്ടെ എന്നിട്ട് വാങ്ങാൻ. ലാസ്റ്റ് ഹസ്ബൻഡ് അവരോട് ഒരു കാര്യം പറഞ്ഞു, എനിക്ക് എന്റെ ഭാര്യനെ തിരിച്ചു വേണമെങ്കിൽ ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ചു കൊടുത്തോ, എന്തായാലും രക്ഷപ്പെടും എന്ന് പറഞ്ഞു. അങ്ങനെ അവര് അത് ആ ഒരു ഒറ്റ വാക്ക് പറഞ്ഞ് അവര് ആ പിറ്റേ ദിവസം തന്നെ വിളിച്ചിട്ട് പ്രൊഡക്റ്റ് വേണമെന്ന്, പൈസ റെഡി ആയിട്ട് പ്രൊഡക്റ്റ് വേണം കൊടുത്ത്. അവരിപ്പോ ഇന്നലെ ഒരു മാസം കഴിഞ്ഞ് ഇന്നലെ ചെക്കപ്പ് ചെയ്തപ്പോ 6.8 ആയിരുന്നു ആദ്യം ക്രിയാറ്റിന്. ഇപ്പൊ അവര് ഇന്നലെ ചെക്കപ്പ് നടത്തിയപ്പോ 4.2 കുറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഒരു പ്രശ്നമില്ല, ആളൊക്കെ നല്ല ഉഷാറായിട്ടുണ്ട്. അവരെ അടുത്ത മീറ്റിംഗിൽ അവരെ നേരിട്ട് കൊണ്ടുപോയിട്ട് റിസൾട്ട് പറയിക്കണം വിചാരിച്ചിരിക്കുകയാണ്. അതുപോലെ 3 പ്രാവശ്യം ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ ഒരാൾക്ക് ഞങ്ങൾ കുറെ മുന്നേ ക്ലാസ് കൊടുത്തു. ഒരു 3 മാസം മുന്നേ ഞങ്ങൾ ക്ലാസ് കൊടുത്തതായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു ക്യാഷില്ല. ആള് സെയിൽ ടാക്സ് ഓഫീസറായിട്ട് റിട്ടയർഡ് ആയതാ. അപ്പൊ പിന്നെ നമുക്കറിയാലോ, എനിക്കറിയാം, എന്റെ ഫ്രണ്ടിന്റെ അച്ഛനും കൂടെയാണ്. എനിക്കറിയാം അവർക്ക് നല്ല സാമ്പത്തികം ഉള്ളതാണെന്നൊക്കെ എനിക്കറിയാം. മക്കളൊക്കെ ഒരു മോൻ റെയിൽവേയിലാണ്, ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഇങ്ങനെ ഇത്രയും പൈസ പറയുമ്പോൾ അവർക്ക് ഇത്ര ഇത് ഇങ്ങനെ ഒരു ബെഡിൽ കിടന്ന അസുഖം മാറും അങ്ങനെ ഒരു ഇതുകൊണ്ട് അവര് പറഞ്ഞ് വാങ്ങാ, ഞാന് ആയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാന് 3 മാസം വരെ ഫോളോ അപ്പ് ചെയ്തു. ഞാൻ ഡെയിലി വിളിക്കും, അങ്ങനെ വാട്സപ്പിൽ ഓരോ റിസൾട്ട് കിട്ടുമ്പോൾ അയച്ചു കൊടുക്കും, മെസ്സേജ് അയക്കും ഒക്കെ ചെയ്യും. ഇവരൊന്നും തിരിച്ച് റിപ്ലൈ അയക്കുന്നില്ല, മിണ്ടണമൊന്നുമില്ല. ലാസ്റ്റ് ഞാനൊരു വോയിസ് ഇട്ടു, ഞാൻ ഇത്രയും മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾ ഒരു മറുപടി പോലും എനിക്ക് തന്നില്ലല്ലോ, എത്ര മെസ്സേജുകളും കോളും ഒക്കെ ചെയ്തിട്ട് എനിക്ക് മറുപടി തന്നില്ലല്ലോ. അപ്പൊ അവരൊരു മെസ്സേജ് എനിക്ക് തിരിച്ചിട്ടു, ഞാനിങ്ങനെ കാലിൽ മുറിയായിട്ട്, കാലിൽ ഈ കുഴിനഖം വരുമല്ലോ, അങ്ങനെ ഒരു നഖം എടുത്ത് കളഞ്ഞ് ഓപ്പറേഷൻ ചെയ്തിരിക്കുകയാണ്. അപ്പൊ നടക്കാൻ പോലും വയ്യ, ഒന്ന് ബാങ്കിൽ പോവാന് പൈസ എടുക്കാൻ പോവാനൊന്നും വയ്യ, അതുകൊണ്ടാണ് എന്നെ വിളിക്കാത്തത്. ഈ ഒരു കാരണത്താലാണ്, അല്ലാതെ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് പ്രൊഡക്റ്റ് വേണം, ഞാൻ എന്തായാലും എന്നെ വിളിക്കാറുണ്ട്. 2 ദിവസം കഴിഞ്ഞപ്പോൾ ആളെന്നെ വിളിച്ചു, നാളെ തന്നെ എനിക്ക് പ്രൊഡക്റ്റ് കൊണ്ടുവരണം, പൈസ ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നാളെ വരുന്നതിന് മുന്നേ എന്നെ വിളിക്കണം എന്ന് പറഞ്ഞ്. അങ്ങനെ രാവിലെ വിളിച്ചപ്പോ പറഞ്ഞ് ആള് പിന്നെ വീണ്ടും വേദന വന്നിട്ട് കോഴിക്കോട് മൈത്ര ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്, വീണ്ടും 3ാമത്തെ പ്രാവശ്യം ആൻജിയോപ്ലാസ്റ്റി ചെയ്തു എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ ആയിക്കോട്ടെ, ഇനി ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് എന്നെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ദിവസം തന്നെ അയാള് ഇങ്ങോട്ട് വിളിക്കുന്നുണ്ട്, എന്റെ പ്രൊഡക്റ്റ് എനിക്ക് ഉപയോഗിക്കാൻ പറ്റും, ഈ വേഗം കൊണ്ടുവന്ന് താ, എനിക്ക് ഇനി നിക്കാൻ പറ്റില്ല, വേഗം കൊണ്ടുവന്ന് തരണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ പോയി പ്രൊഡക്റ്റ് കൊടുത്തു. വെള്ളം കയ്യിൽ കെട്ടുന്നത് മാത്രം ഇപ്പൊ ഉപയോഗിച്ചാൽ മതി. ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞിട്ട് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഈ മാസം 10-ാം തീയതിയാ ചെയ്തത്. അപ്പൊ 3 മാസമെങ്കിലും എടുക്കണല്ലോ കൊടുക്കണമെങ്കിൽ. അപ്പൊ ആ ഒരു ഇതുകൊണ്ട് വെള്ളം പിന്നെ കയ്യില് ബ്രേസ്ലെറ്റും കെട്ടാൻ പറഞ്ഞു. അവര് ക്രിയാറ്റിൻ കൂടുതലാണ്, അപ്പൊ അതുകൊണ്ട് 1 ലിറ്റർ വെള്ളം കുടിക്കാൻ പാടുള്ളൂ. അപ്പൊ ഈ കുടിക്കുന്ന വെള്ളം ഈ വെള്ളം കുടിക്കാനും പറഞ്ഞു. റിസ്റ്റ് ബാൻഡ് കയ്യിൽ കെട്ടാൻ, പിന്നെ തലയ്ക്ക് ക്ലോട്ടിങ് വന്നിട്ടുണ്ട്, ബ്ലഡ്, അപ്പൊ തലയണ പില്ലോ പാഡ് വെക്കാനും പറഞ്ഞു. മാട്രസ് ഇപ്പൊ ഉപയോഗിക്കേണ്ടെന്ന് പറഞ്ഞു, അങ്ങനെ കൊടുത്തു. അങ്ങനെ ഒരുപാട് റിസൾട്ടുകൾ ഉണ്ട്, പറഞ്ഞാൽ തീരില്ല. അപ്പൊ ഇത്രയേ ഉള്ളൂ പറയാന്. ഓക്കെ താങ്ക് ഓക്കെ യു ഓക്കെ താങ്ക് ഓക്കെ യു. ഓക്കെ ഓക്കെ വെൽക്കം. എന്തായാലും ഇത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. എത്രയൊക്കെ പ്രൊഡക്റ്റ് വേണ്ട എന്ന് പറഞ്ഞാലും നാളുകളിലോട്ട് നമ്മളെ തേടി വിളിക്കുന്ന ഒരവസ്ഥ, തേടി വിളിച്ചിട്ട് പ്രൊഡക്റ്റ് മേടിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ മുന്നിലുള്ളത്. എന്നിരുന്നാലും നമ്മൾ ഒരു എഗ്രി ചെയ്ത് നിങ്ങളുടെ നമുക്കറിയാം 99% പ്രോബ്ലംസും നമ്മുടെ മാഗ്നറ്റ് തെറാപ്പി കൊണ്ട് പരിഹരിക്കാൻ പറ്റും എന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കെ നമ്മൾ ആരോടും എഗ്രി ചെയ്ത് പറയരുത് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഇതുകൊണ്ട് മാറ്റിയെടുക്കാം, അല്ലെങ്കിൽ ഇന്നും നാളെയായിട്ട് മാറ്റുമെന്നും അല്ലെങ്കിൽ മാറുമെന്നൊന്നും പറഞ്ഞ് നമ്മൾ എഗ്രി ചെയ്യാതിരിക്കുക എന്നുള്ളത് മാത്രമേ നമ്മൾ ഇവിടെ ഒരു ഇത് ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ഡേ ബൈ ഡേ നിങ്ങൾ ഉപയോഗിക്കുന്ന ആ ഉപയോഗത്തിലൂടെ നിങ്ങളുടെ ചേഞ്ചുകൾ നിങ്ങളുടെ ബോഡിക്ക് വരും. ഓട്ടോമാറ്റിക് നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് മാറ്റം വരും. അതിനൊരു ടൈം എടുക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കൊടുക്കാൻ എല്ലാവരും തയ്യാറാവുക. അതിലൂടെ നമുക്ക് നല്ല വിജയം കണ്ടെത്താൻ സാധിക്കും. എന്നിരുന്നാൽ നമുക്ക് ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നാളെ നമ്മുടെ ഡോക്ടർ സുമേഷ് ആണ് മോർണിംഗ് സെക്ഷൻ എടുക്കുന്നത്. സൂമിലുള്ള എല്ലാവരും നാളത്തെ മോർണിംഗ് സെക്ഷൻ ഉണ്ടാകണം. അത് കൂടാതെ നിങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് വളരെയധികം നിർബന്ധമാണ്. കാരണം നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കേണ്ടവരാണ്, അറിയേണ്ടവരാണ്, പ്രവർത്തിക്കേണ്ടവരാണ്. അതിനോടൊപ്പം നമ്മുടെ കൂടെ ഉള്ളവരെയും കൂടി, എത്ര ആളെ നിങ്ങളുടെ കൂടെ ഉള്ളവരോട് ഇതിലോട്ട് കയറ്റാൻ സാധിക്കുമോ അത്രയും ആളുകളെ കൊണ്ട് നാളത്തെ സൂമിലേക്ക് നിങ്ങൾ കയറണം. മോർണിംഗ് സെഷൻ രാവിലെ 6 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ
ഒരു ഡോക്ടറാണ്, ഡോക്ടർ സുമേഷ് ആണ് എടുക്കുന്നത്. അലോപ്പതി ഡോക്ടേഴ്സ് പോലും ഇതിനെ അംഗീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയിലാണ് ഇന്ന് നമ്മളുള്ളത്. ഇനിയുള്ള നമ്മുടെ യാത്രകൾ ബയോട്ടോറിയത്തിലൂടെയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. വരും നാളുകളിൽ ഇന്ന് ഒരു വീട്ടിൽ നമ്മൾ നിർബന്ധിച്ച് കൊടുക്കേണ്ട ഒരു അവസ്ഥയാണെങ്കിൽ നാളുകളിലോട്ട് ഓരോ വീട്ടുകാരും നമ്മളെ വിളിച്ചിട്ട് ഓരോ വീട്ടിലും 3ഉം 4ഉം 5ഉം ബെഡ് ഉണ്ടെങ്കിൽ ഓരോ ബെഡിലേക്ക് മേടിച്ചിടുന്ന ഒരു അവസ്ഥയിലോട്ട് മാറുന്ന ഒരു സാഹചര്യം നമുക്ക് നമ്മുടെ മുന്നിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ വരും നാളുകളിൽ ആ ഒരു വിജയത്തിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും കൈകോർക്കാം. എന്തായാലും ഈ ഒരു പ്രോഗ്രാം ഏറ്റവും നല്ല രീതിയിൽ എല്ലാവരും അവർക്ക് ഓരോരുത്തർക്കും കിട്ടിയ റിസൾട്ടുകൾ പറഞ്ഞു വളരെ അച്ചടക്കത്തോടു കൂടി ഇരുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്തായിരിക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. ഗുഡ് നൈറ്റ് ഓൾ. താങ്ക് യു സർ. ഗുഡ് നൈറ്റ്. താങ്ക് യു സർ. Yes, thank you. Thank you, sir.